ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ആരാധനയിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം തന്നു കൂട്ടിക്കൊണ്ടുവന്നല്ലോ. ആ നല്ല കർത്താവിനെ ആരാധിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഈ വർഷത്തിൻ്റെ ആരംഭ ഞായറാഴ്ച നമുക്ക് ലഭിച്ച ഭാഗ്യ പദവി ഓർക്കുമ്പോൾ നന്ദിയാൽ നമ്മുടെ ഹൃദയം നിറയുവാൻ ഇടയാകണം. ഇന്ന് നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. ആത്മശക്തിയോടെയുള്ള ആരാധന എന്നിലൊന്ന് വെളിപ്പെടണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കുവാൻ കഴിയും? ആത്മനിറവിലുള്ള ആരാധന ഇന്ന് കർത്താവ് നമുക്ക് നൽകി തരാൻ പോവുകയാണ്. പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിക്കുവാൻ പോകുന്നു. ദൈവജനം എല്ലാവരും ഹൃദയങ്ങളെ ഏകാഗ്രമാക്കിക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവ സാന്നിധ്യ ബോധത്തോട് ഒരുമിച്ച് പാടി കരങ്ങൾ ചേർത്തടിച്ച് കൊയർ പാടുമ്പോൾ നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കൊയറിനെ ഇപ്പോൾ ക്ഷണിക്കുകയാണ് പാടുവാൻ. എന്റെ ബലമായ കർത്തനിൽ ശരണമതാകയാൽ പാടിടും ഞാനുലകിൽ. എന്റെ ബലമായ കർത്തനിൽ ശരണമതാകയാൽ പാടിടും ഞാനുലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കൻ പ്രിയൻ, ചാരിടും ഞാനവനിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കൻ പ്രിയൻ, ചാരിടും ഞാനവനിൽ. ഹല്ലേലൂയാ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിത യാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തി ഞാനുലകിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. വെറ്റ തള്ളതൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. പെറ്റ തള്ളതൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. ഹല്ലേലൂയാ ഗീതം പാടിടും ഞാൻ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. തിരുകരത്തിൽ വൻ സാഗര ജലമെല്ലാം അടയ്ക്കുന്ന കരുത്തരിഞ്ഞാഹവൻ താൻ. തിരുകരത്തിൽ വൻ സാഗര ജലമെല്ലാം അടയ്ക്കുന്ന കരുത്തരിഞ്ഞാഹവൻ താൻ. ഒരു ഇടയനെ പോലെന്നെ അവനിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ. ഒരു ഇടയനെ പോലെന്നെ അവനിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ. ഹല്ലേലൂയാ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. ഉള്ളം കലങ്ങുന്ന നേരത്തു പ്രിയൻ തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നേ. ഉള്ളം കലങ്ങുന്ന നേരത്തു പ്രിയൻ തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നേ. ഉള്ളം കരത്തിൽ വരച്ചവനൂരിക്ക വീശൻ താൻ എന്നുടെ ആശ്വാസകൻ. ഉള്ളം കരത്തിൽ വരച്ചവനൂരിക്ക വീശൻ താൻ എന്നുടെ ആശ്വാസകൻ. ഹല്ലേലൂയാ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ.
എന്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. എന്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. എന്റെ ബലമായ കർത്തനിൽ ശരണമതാകയാൽ പാടിടും ഞാനുലകിൽ. എന്റെ ബലമായ കർത്തനിൽ ശരണമതാകയാൽ പാടിടും ഞാനുലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കെൻ പ്രിയൻ, ചാരിടും ഞാനവനിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കെൻ പ്രിയൻ, ചാരിടും ഞാനവനിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. എന്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. എല്ലാ കാലത്തും ആശ്രയം ധരിച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം ധരിച്ചിടുവാൻ നല്ല സങ്കേതം. പെറ്റ തള്ളതൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. പെറ്റ തള്ളതൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിത യാത്രയതിൽ. എന്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. എന്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. തിരുകരത്തിൽ വൻ സാഗര ജലമെല്ലാം അടയ്ക്കുന്ന കരുത്തരിഞ്ഞാവൻ താൻ. തിരുകരത്തിൽ വൻ സാഗര ജലമെല്ലാം അടയ്ക്കുന്ന കരുത്തരിഞ്ഞാവൻ താൻ. ഒരു ഇടയനെ പോലെ അവനിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ. ഒരു ഇടയനെ പോലെ അവനിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. എന്റെ അല്ലലകിലവും നോക്കി പാർത്തിടും ഞാനുലകിൽ. ഉള്ളം കലങ്ങുന്ന നേരത്തു പ്രിയൻ തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നേ. ഉള്ളം കലങ്ങുന്ന നേരത്തു പ്രിയൻ തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നേ. ഉള്ളം കാരത്തിൽ വരച്ചവനൂരിക്ക വീശൻ താൻ എന്നുടെ ആശ്വാസകൻ. ഉള്ളം കാരത്തിൽ വരച്ചവനൂരിക്ക വീശൻ താൻ എന്നുടെ ആശ്വാസകൻ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. എന്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. തിരുകരത്തിൽ വൻ സാഗര ജലമെല്ലാം അടയ്ക്കുന്ന കരുത്തരിഞ്ഞാവൻ താൻ. തിരുകരത്തിൽ വൻ സാഗര ജലമെല്ലാം അടയ്ക്കുന്ന കരുത്തരിഞ്ഞാവൻ താൻ. ഒരു ഇടയനെ പോലെ അവനിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ. ഒരു ഇടയനെ പോലെ അവനിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. എന്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. ഉള്ളം കാല
കലങ്ങുന്ന നേരത്തു നീ എന്ന വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നേ. ഉള്ളം കലങ്ങുന്ന നേരത്തു നീ എന്ന വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നേ. ഉള്ളം കാലത്തിൽ വരച്ചവനൂരിക്ക വീശുന്ന എന്നുടെ ആശ്വാസകൻ. ഉള്ളം കാലത്തിൽ വരച്ചവനൂരിക്ക വീശുന്ന എന്നുടെ ആശ്വാസകൻ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും. We worship you, Jesus. We lift your holy name. Oh, ഞങ്ങളുടെ ഫലമായ കർത്താവേ, ഞങ്ങളുടെ ശരണം പ്രാപിക്കുന്നപ്പാ. റിബാദാന വൈഡാദേ, ദീപക്കാരൻ ദലവലവം, വൈഡാദാന റിബാദാന ശൈലവല, ദലവലവലവലവലവം, വൈഡാദാന റിബാദേ. ഓ റിബക്കാരൻ ദലവലവം, വൈഡാദാന റിബാദാന ശൈലവല, ദനാദന ബ്രഹേദിയാന ദലവലവലവം. Thank you, Jesus. റിബദന ദലവലവലവം വൈഡാദേ. നന്ദി കർത്താവേ, നന്ദി കൃപരാജാവേ, കൃപ 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 കൃപ. Thank you, Jesus. Thank you, Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ ഒരു പകർച്ച, പരിശുദ്ധാത്മാവിന്റെ പകർച്ച ആലയത്തിൽ വ്യാപരിക്കുകയാ. ഓ പരിശുദ്ധാത്മാവിന്റെ വലിയ പകർച്ച ഈ ആത്മീയാരാധനയിൽ വെളിപ്പെടുകയാ. കർത്താവേ നന്ദി, കർത്താവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. ദൈവസന്നിധാനത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് പിന്നെ ഈ പ്രാർത്ഥനയിൽ നമ്മുടെ കർത്താവിനോട് ഹൃദയം പകർന്ന് നമുക്ക് ഒരുമിക്കാം. ഹല്ലേലൂയ. ആരാധനയിൽ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായി തീരേണ്ടതിന് നല്ല സാക്ഷ്യങ്ങൾ, നല്ല പ്രബോധനങ്ങൾ, നല്ല വചനങ്ങൾ, നല്ല സങ്കീർത്തനങ്ങളെല്ലാം നമുക്ക് നൽകി തരേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് നൽകി ഹല്ലേലൂയ ആത്മാവേ ഇന്ന് ആയുസ്സും ആരോഗ്യം തന്ന് നിർത്തിയെങ്കിൽ ഈ വിശുദ്ധ സഭാരാധനയിൽ ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് വായിക്കുവാനുള്ള സമയമാണ്. Psalms 12, സങ്കീർത്തനം 12 നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. ദയവായി എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമല്ലോ. എഴുന്നേറ്റ് നിൽക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇരിക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ വായിച്ചു സഹായിക്കുവാൻ നമ്മുടെ ഫ്ലഡിൻ മോനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. പന്ത്രണ്ടാം സങ്കീർത്തനം, അതിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കുന്നു. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. കപടമുള്ള അതിരങ്ങളൊക്കെയും വമ്പു പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയും. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഒരുമിച്ച് വായിക്കാം. യഹോവേ, നീ അവരെ കാത്തുകൊള്ളും, ഈ തലമുറയിൽ നിന്ന് നീ അവരെ എന്നും സൂക്ഷിക്കും. മനുഷ്യപുത്രന്മാരിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടമായ എല്ലായിടവും സഞ്ചരിക്കുന്നു. നല്ല സങ്കീർത്തനത്തിനായിട്ടൊന്ന് സ്തോത്രം ചെയ്താട്ട്. സ്തോത്രം അപ്പച്ച, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ വിശ്വസ്തന്മാരെ എൻ്റെ ദൈവം സ്നേഹിക്കുന്നു. ആ നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വീണ്ടും ആ ദൈവത്തിൻ്റെ വിശ്വസ്തതയോർത്ത് നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോകുകയാണ്. എണ്ണമില്ലാത്ത നന്മകളല്ലേ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നത്. നാം പുറകോട്ട് നോക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവം എത്ര അത്ഭുതകരമായി ദൈവം നമ്മെ നടത്തി. എണ്ണമില്ലാത്ത നന്മകൾ, ആയുസ്സും ആരോഗ്യം തന്ന് നിർത്തി. അമ്മേ, പലപ്പോഴും ജീവിത പടകിന് നേരെ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചപ്പോൾ, തിരമാലകൾ ആഞ്ഞടിച്ചപ്പോൾ സ്വർഗീയ നാഥൻ ആ തിരമാലകളെ ശാന്തമാക്കിയില്ലേ? കൊടുങ്കാറ്റിനെ നിൽക്ക എന്ന് പറഞ്ഞില്ലേ? പല രൂപത്തിൽ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചെങ്കിൽ അത് രോഗമായിട്ടാകാം, കടഭാരമായിട്ടാകാം, ഏതവസ്ഥയിലും ആമേ കുടുംബങ്ങൾക്ക് നേരെ ആഞ്ഞടിച്ചപ്പോൾ എൻ്റെ ദൈവം അവിടുന്ന് ഹല്ലേലൂയ അടങ്ങ് എന്ന് പറഞ്ഞ് നിർത്തിയത് കൊണ്ടാ ഇന്നിവിടെ ആയുസ്സോടെ വന്നത്. അങ്ങനെയെങ്കിൽ കരങ്ങൾ അടിച്ച് ചേർത്തടിച്ച് ആത്മശക്തിയോട്, പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ശക്തിയോട് ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഇപ്പോൾ ഹമ്മേ കൊയർ പാടുമ്പോൾ കരങ്ങൾ ചേർത്തടിച്ച് ആത്മാവിൽ നമുക്ക് ആരാധിക്കാം. ബാധയൊന്നും അടുക്കയില്ല, നിന്റെ കൂടാരങ്ങൾ വിശുദ്ധമായ. 1000 10,000 എതിർത്താലും ഭയപ്പെടില്ല. ബാധയൊന്നും അടുക്കയില്ല, നിന്റെ കൂടാരങ്ങൾ വിശുദ്ധമായ. 1000 10,000 എതിർത്താലും ഭയപ്പെടില്ല. അഗ്നിശോധന പെരുകിടുമ്പോൾ അത്യുന്നതൻ കരം വെളിപ്പെടുമേ. അഗ്നിശോധന പെരുകിടുമ്പോൾ അത്യുന്നതൻ കരം വെളിപ്പെടുമേ. നാലും പാടും നാദമുയർന്നെന്നാലും നാദനവൻ നിന്നരികിലെ
നാലുപാടും നാദമുയർന്നെന്നാലും നാദനവൻ നിന്നരികിലില്ലേ. ബാധയൊന്നും അടുക്കയില്ല നിന്റെ കൂടാരങ്ങൾ വിശുദ്ധമായ. ആയിരമാ പതിനായിരമാ എതിർത്താലും ഭയപ്പെടില്ല. ബാധയൊന്നും അടുക്കയില്ല നിന്റെ കൂടാരങ്ങൾ വിശുദ്ധമായ. ആയിരമാ പതിനായിരമാ എതിർത്താലും ഭയപ്പെടില്ല. ചെങ്കടലിൽ തിര ഇളകിയാലും പിന്നിൽ വൻ സൈന്യം നിരന്നിടിലും. ചെങ്കടലിൽ തിര ഇളകിയാലും പിന്നിൽ വൻ സൈന്യം നിരന്നിടിലും. കൺമുൻപിൽ തെളിയും പുതുവഴികൾ വൈരിയിൻ മുൻപേ നടന്നിടുക. കൺമുൻപിൽ തെളിയും പുതുവഴികൾ വൈരിയിൻ മുൻപേ നടന്നിടുക. ബാധയൊന്നും അടുക്കയില്ല നിന്റെ കൂടാരങ്ങൾ വിശുദ്ധമായ. ആയിരമാ പതിനായിരമാ എതിർത്താലും ഭയപ്പെടില്ല. ബാധയൊന്നും അടുക്കയില്ല നിന്റെ കൂടാരങ്ങൾ വിശുദ്ധമായ. ആയിരമാ പതിനായിരമാ എതിർത്താലും ഭയപ്പെടില്ല. നിന്ദിച്ചു നിന്നെ തള്ളിയാലും നന്ദിയോടെ നീ സ്തുതിച്ചിടുക. നിന്ദിച്ചു നിന്നെ തള്ളിയാലും നന്ദിയോടെ നീ സ്തുതിച്ചിടുക. ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തുവാനായി ഉന്നതനൊരുക്കുന്ന വഴികളില്. ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തുവാനായി ഉന്നതനൊരുക്കുന്ന വഴികളില്. ബാധയൊന്നും അടുക്കയില്ല നിന്റെ കൂടാരങ്ങൾ വിശുദ്ധമായ. ആയിരമാ പതിനായിരമാ എതിർത്താലും ഭയപ്പെടില്ല. ബാധയൊന്നും അടുക്കയില്ല നിന്റെ കൂടാരങ്ങൾ വിശുദ്ധമായ. ആയിരമാ പതിനായിരമാ എതിർത്താലും ഭയപ്പെടില്ല. അഗ്നിയിൽ ശോധന പെരുകിടുമ്പോൾ അത്യുന്നതൻ കരം വെളിപ്പെടുമേ. അഗ്നിയിൽ ശോധന പെരുകിടുമ്പോൾ അത്യുന്നതൻ കരം വെളിപ്പെടുമേ. നാലുപാടും നാളമുയർന്നെന്നാലും നാദനവൻ നിന്നരികിലില്ലേ. നാലുപാടും നാളമുയർന്നെന്നാലും നാദനവൻ നിന്നരികിലില്ലേ. ഓ ബാധയൊന്നും അടുക്കയില്ല നിന്റെ കൂടാരങ്ങൾ വിശുദ്ധമായ. ആയിരമാ പതിനായിരമാ എതിർത്താലും ഭയപ്പെടില്ല. ബാധയൊന്നും അടുക്കയില്ല നിന്റെ കൂടാരങ്ങൾ വിശുദ്ധമായ. ആയിരമോ പതിനായിരമോ എതിർത്താലും ഭയപ്പെടില്ല. ചെങ്കടലിൽ തിര ഇളകിയാലും പിന്നിൽ വൻ സൈന്യം നിരന്നിടിലും. ചെങ്കടലിൽ തിര ഇളകിയാലും പിന്നിൽ വൻ സൈന്യം നിരന്നിടിലും. കൺമുൻപിൽ തെളിയും പുതുവഴികൾ വൈരിയിൻ മുൻപേ നടന്നിടുക. കൺമുൻപിൽ തെളിയും പുതുവഴികൾ വൈരിയിൻ മുൻപേ നടന്നിടുക. ബാധയൊന്നും അടുക്കയില്ല നിന്റെ കൂടാരങ്ങൾ വിശുദ്ധമായ. ആയിരമോ പതിനായിരമോ എതിർത്താലും ഭയപ്പെടില്ല. ബാധയൊന്നും അടുക്കയില്ല നിന്റെ കൂടാരങ്ങൾ വിശുദ്ധമായ. ആയിരമോ പതിനായിരമോ എതിർത്താലും. നിന്ദിച്ചു നിന്നെ തള്ളിയാലും നന്ദിയോടെ നീ സ്തുതിച്ചിടുക. നിന്ദിച്ചു നിന്നെ തള്ളിയാലും നന്ദിയോടെ നീ സ്തുതിച്ചിടുക. ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തുവാനാ ഉന്നതനൊരുക്കുന്ന വഴികളിത്.
ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തുവാനാ ഉന്നതനൊരുക്കുന്ന വഴികളിത് പാതയൊന്നും അടുക്കയില്ല നിന്റെ കൂടാരങ്ങൾ വിശുദ്ധമായ ആയിരമാ പതിനായിരമാ എതിർത്താലും ഭയപ്പെടില്ല പാതയൊന്നും അടുക്കയില്ല നിന്റെ കൂടാരങ്ങൾ വിശുദ്ധമായ ആയിരമോ പതിനായിരമോ എതിർത്താലും ഭയപ്പെടില്ല ചെങ്കടലിൻ തിരയിളകിയാലും പിന്നിൽ വൻസൈന്യം നിരന്നിടിലും ചെങ്കടലിൻ തിരയിളകിയാലും പിന്നിൽ വൻസൈന്യം നിരന്നിടിലും കൺമുൻപിൽ തെളിയും പുതുവഴികൾ വൈരിയൻ മുൻപേ നടന്നിടുക 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 ബാധയൊന്നും അടുക്കയില്ല നിന്റെ കൂടാരങ്ങൾ വിശുദ്ധമായ ആയിരമോ പതിനായിരമോ എതിർത്താലും ഭയപ്പെടില്ല ബാധയൊന്നും അടുക്കയില്ല നിന്റെ കൂടാരങ്ങൾ വിശുദ്ധമായ ആയിരമോ പതിനായിരമോ എതിർത്താലും ഭയപ്പെടില്ല ബാധയൊന്നും അടുക്കയില്ല നിന്റെ കൂടാരങ്ങൾ വിശുദ്ധമായ ആയിരമോ പതിനായിരമോ എതിർത്താലും ഭയപ്പെടില്ല ബാധയൊന്നും അടുക്കയില്ല നിന്റെ കൂടാരങ്ങൾ വിശുദ്ധമായ ആയിരമോ പതിനായിരമോ എതിർത്താലും ഭയപ്പെടില്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തം നിനക്കെതിരെ ശത്രു ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ അവൻ നമ്മുടെ ചുറ്റുമിട്ടിരിക്കുകയാണ്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും?
ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കാതെ വണ്ണം, ശത്രു ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കാതെ വണ്ണം ദൈവം നമ്മെ കാക്കുന്നവൻ, അവൻ നമ്മെ പരിപാലിക്കുന്നവൻ, അവൻ നമ്മെ സൂക്ഷിക്കുന്നവൻ. നമ്മുടെ സകല വിഷയങ്ങൾക്കും പരിഹാരകൻ യേശു മാത്രമാണ്. യേശു മാത്രമാണ്. ആ യേശുവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ഇന്ന് പകൽക്കാലം തലയുടെ, ശ്രദ്ധിക്കണേ, എന്നെ ഒന്ന് നോക്കണേ, ഈ ഇടതുവശത്തായിട്ട് ദൈവാത്മാവ് പറയും, ഈ വലതുവശത്തായിട്ട് ദൈവാത്മാവ് വ്യക്തമായി എന്നോട് പറയുകയാണ്, തലയുടെ ഈ വലതുവശത്തായിട്ട് നല്ല വേദന അനുഭവിക്കാൻ, നെറ്റിയുടെ ഈ പുറകിലായിട്ട് നല്ല വേദന ഇങ്ങനെ ഈ ഭാഗത്തായിട്ട് അനുഭവിക്കുന്ന ജീവിതങ്ങൾ എൻ്റെ കർത്താവ് നിന്നെ സൗഖ്യമാക്കുവാൻ പോവുകയാണ്. 2, ഈ മുതുകിന്, അതായത് ലങ്സിന്റെ പുറകുവശത്തായിട്ട് നല്ല വേദന അനുഭവിക്കുന്ന വ്യക്തികൾ, അത് ലങ്സിന് കേടായിരിക്കാം, പ്രയാസമായിരിക്കാം, അതൊരു പക്ഷേ ആ വാരിയലിൽ നിന്ന്, അതേ വാരിയലുകളുടെ ഭാഗത്ത് ഉള്ള വേദനയായിരിക്കാം. ഈ പുറകുവശത്ത്, മുതുകത്ത് വേദന അനുഭവിക്കുന്ന വ്യക്തികൾ, ഇന്ന് പകൽക്കാലം ഈ 2 വിഷയങ്ങൾ ഉള്ള പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. നമ്മുടെ കർത്താവ് സൗഖ്യദായകനാണ്, നമ്മെ വിടുവിക്കുന്നവനാണ് യേശു. അവൻ തൊട്ടാൽ സൗഖ്യമാണ്, യേശു തൊട്ടാൽ വിടുതല. കർത്താവ് നമ്മെ തൊടേണ്ടതിന്, ശ്രദ്ധിക്കൂ, മോശ തന്റെ കൈ ചെങ്കടലിലേക്ക് നീട്ടിയപ്പോൾ യഹോവയുടെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്ക് മീതെ വെളിപ്പെട്ടു എന്നാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം ഇവിടെ വെളിപ്പെടുക തന്നെ ചെയ്യും. ആ ദൈവത്തിങ്കൽ നമുക്ക് ആശ്രയിക്കാൻ. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്ന നേരത്ത് ഈ പറയപ്പെട്ട വിഷയങ്ങൾ ഏതെങ്കിലും ഒന്നിനാൽ ഭാരപ്പെടുന്ന ജീവിതം മുൻപോട്ട് കടന്നു വരാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗ്ഗീയ സർവ
ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഈ കർത്തൃദിവസം അങ്ങേ ആരാധിപ്പാൻ ഈ ആലയത്തിൽ കൂടി വരുവാൻ ഞങ്ങളെ നീ സഹായിച്ചല്ലോ. അപ്പ, അവിടുത്തെ സാന്നിധ്യത്തിനായി സ്തോത്രം. ഞങ്ങളുടെ രോഗികളെ നീ സൗഖ്യമാക്കിയതിനായി സ്തോത്രം. അവിടുത്തെ നാമത്തിനാലുള്ള വിടുതലും ആശ്വാസവും ഞങ്ങൾ ഓരോരുത്തരും പ്രാപിക്കട്ടെ കർത്താവേ. ഞങ്ങൾക്ക് നൽകിയ സങ്കീർത്തനത്തിനായി സ്തുതിക്കുന്നു. അതിൽ കൂടി ദൈവാത്മാവ് ഇടപെടും. മഹത്വം അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കും പിതാവേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ ദൈവവചനത്തിൽ നിന്ന് സങ്കീർത്തനത്തിലൂടെ നമ്മോട് സംസാരിക്കുവാൻ ബഹുമാന്യ പാസ്റ്റർ ജിനു ജോസഫ് അവരുകളെ മുൻപോട്ട് ക്ഷണിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിട്ട് ഈ അനുഗ്രഹപ്പെട്ട നല്ല വിശുദ്ധ പൽക്കാലത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ വർഷത്തെ ആദ്യത്തെ സഭായോഗം കർത്താവ് നമുക്ക് ദാനമായി നൽകുകയല്ലോ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ദേവദാസന്മാർ, സദസ്സിലായിരിക്കുന്ന ദൈവഭക്തന്മാർ, കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്കിന്ന് പകൽക്കാലം ദൈവം അനുഗ്രഹപ്പെട്ട ഒരു സങ്കീർത്തനം നമുക്ക് ദാനമായി നൽകിയല്ലോ. ആ സങ്കീർത്തനത്തിൽ നിന്ന് ചില ചിന്തകളെ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. 12ാം സങ്കീർത്തനമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. 12ാം സങ്കീർത്തനം നമുക്ക് വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ്. പലതവണ നമ്മുടെ ദേവദാസന്മാർ പലതവണ പ്രബോധനങ്ങൾ പറഞ്ഞിട്ടുള്ളതും നാം പലപ്പോഴും വായിച്ച് പല ചിന്തകളും നമുക്ക് ദൈവം നൽകിയിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. എന്നാൽ അതേ സങ്കീർത്തനത്തിൽ നിന്ന് തന്നെ ചില കാര്യങ്ങളെ നിങ്ങളെ ഓർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 12ാം സങ്കീർത്തനം അതിൻ്റെ തലക്കെട്ടിലേക്ക് നാം കടന്നു വരുമ്പോൾ സംഗീത പ്രമാണിക്ക് അഷ്ടമരാഗത്തിൽ ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അഷ്ടമരാഗം എന്ന് പറയുന്ന 8 കമ്പിയുള്ള ഒരു ഇൻസ്ട്രുമെന്റ്, അതുപയോഗിച്ചായിരിക്കാം ഈ സങ്കീർത്തനം പാടിയതെന്ന് കരുതുന്നു. 6ാം സങ്കീർത്തനത്തിന്റെ തലക്കെട്ട് നോക്കിയാലും ഇതേ ടൈറ്റിൽ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദാവീദിന്റെ ഒരു വിലാപ സങ്കീർത്തനമാണ്. താൻ തന്റെ ചുറ്റും നോക്കിയപ്പോൾ കാണുന്ന അവസ്ഥകളൊക്കെ കണ്ട് വളരെ ഭാരപ്പെട്ട് ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 12ാം സങ്കീർത്തനം. അതിന്റെ വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു, ഓരോരുത്തരും വ്യാജം പറയുന്നു, ഇരുമനസ്സോടെ സംസാരിക്കുന്നു, കപടമുള്ള വ്യക്തികൾ, അതെല്ലാം കണ്ട് വളരെ ഭാരത്തോടെ ദൈവമേ, ഈ ഒരു തലമുറയിലാണ് ഞാൻ ജീവിക്കുന്നത്, ഇവരുടെ മധ്യയാണ് ഞാൻ ജീവിക്കുന്നത്, എന്നെ രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ഗീതമാണ് 12ാം സങ്കീർത്തനം. നമുക്കതിലെ വാക്യങ്ങളിലേക്ക് കടന്നു പോകാം. അതിന്റെ 1ാമത്തെ വാക്യം വായിക്കാമോ? സങ്കീർത്തനം 12:1. ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ആമേൻ. ദാവീദ് തന്റെ ചുറ്റും നോക്കി ദൈവത്തോട് നിലവിളിക്കുകയാണ്, ദൈവമേ, യഹോവേ, എന്നെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. താൻ ഇന്നത്തെ കാലത്തും നാം ദാവീദിനെ പോലെ തന്നെ നമ്മുടെ ചുറ്റും നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്, നാം ഭക്തന്മാർ നമ്മുടെ ചുറ്റും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ദൈവസന്നിധിയിൽ വിശ്വസ്തന്മാരായിട്ട് ഇരിക്കുന്നവർ വളരെ കുറഞ്ഞിരിക്കുന്ന കാലം. പഴയ കാലത്തും തന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് താൻ പറയുകയാണ്, ദൈവമേ, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. ഞാൻ തുടർന്ന് ദൈവഭക്തി എന്നുള്ള വിഷയത്തെ പറ്റിയാണ് ഞാൻ പ്രാരംഭമായി ചില നിമിഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ദൈവഭക്തി? എന്തുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത് ദൈവഭക്തന്മാർ ഇല്ലാതെ പോകുന്നു? നാമും പലപ്പോഴും പറയുന്നത് ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ ഇന്നത്തെ ദൈവസഭകളിൽ ദൈവഭക്തി കുറഞ്ഞു പോകുന്നു. അപ്പോൾ എങ്ങനെയാണ് ദൈവഭക്തി ലഭിക്കുന്നത്? ദൈവഭക്തി ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ഭക്തിയിൽ നിലനിൽക്കാൻ കഴിയാത്തത്? അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി മനസ്സിലാക്കേണ്ടത്, ദൈവഭക്തി എന്ന് പറയുന്നത് നാം ചില പ്രാക്ടീസുകൾ, ഓരോ ദിവസം ചെയ്യുന്ന ചില കാര്യങ്ങളല്ല. അതിനു പകരം നാം ദൈവത്തിൽ നിന്ന് ഗ്രഹിക്കണം. യഹോവ ഭക്തി ഗ്രഹിക്കണം എന്നാണ് സദൃശവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് നാം ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ചില ജീവിതത്തിലെ ക്രമീകരണങ്ങൾ വരുത്തി നമ്മുടെ പ്രവൃത്തിയിൽ വരുന്ന ചില കാര്യങ്ങളെയാണ് യഹോവ ഭക്തി അല്ലെങ്കിൽ ദൈവഭക്തി എന്ന് പറയുന്നത്. അതുള്ളവരെയാണ് ഭക്തന്മാരെന്ന് ദൈവജന വിളിച്ചിരിക്കുന്നതായി നമുക്ക് കാണുന്നത്. നമുക്ക് സദൃശവാക്യങ്ങളുടെ 2ാം അധ്യായത്തിലേക്ക് കടന്നു പോകാമോ? ഞാൻ മുമ്പ് വായിച്ചിട്ടുള്ളൊരു ഭാഗമാണ്, എന്നാൽ അത് തന്നെ നമുക്കൊന്നുകൂടെ ചിന്തിക്കാം. സദൃശവാക്യം 2ാം അധ്യായം അതിന്റെ 5ാം വാക്യം വായിക്കാമോ? നീ യഹോവ ഭക്തി ഗ്രഹിക്കുകയും
ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. മതി. അവിടെ എഴുതിയിരിക്കുന്നത് യഹോവ ഭക്തി ഗ്രഹിക്കുകയും, അത് അണ്ടർസ്റ്റാൻഡ് ദ ഫിയർ ഓഫ് ഗോഡ് എന്നാണ്. അത് ദൈവത്തെ എങ്ങനെ ഭയപ്പെടണമെന്ന് മനസ്സിലാക്കുക എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ദൈവഭക്തന്മാരായി നമുക്ക് ആയിത്തീരുവാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ദൈവഭക്തിയെ എങ്ങനെയാണ് ഗ്രഹിക്കുവാൻ സാധിക്കുന്നത്? അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് പുറമേ ഭക്തി കാണിക്കാൻ എളുപ്പമാണ്, എന്നാൽ ദൈവഭക്തിയെ ഗ്രഹിക്കുന്നത്, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാൻ അതിന്റെ ചില കാര്യങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട്. ആ സദൃശവാക്യം തന്നെ അതിന്റെ 2-ാം വാക്യം മുതൽ വായിക്കാമോ? എന്റെ വചനങ്ങളെ കൈക്കൊണ്ട് എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ. മതി. നമുക്ക് തുറന്ന് വായിക്കാം. ആദ്യമായി പറയുന്നത് എന്റെ വചനങ്ങളെ എന്ത് ചെയ്യണം? കൈക്കൊള്ളണം എന്നാണ് പറയുന്നത്, അല്ലേ? നമ്മൾ വചനത്തെ റിസീവ് ചെയ്യണം. എന്താണ് കൈക്കൊള്ളുക എന്ന് പറയുന്നത്? നാം വചനത്തെ പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരു അനുഭവം, അല്ലെ? നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകൾ വരുമ്പോൾ അവരെ കൈക്കൊള്ളുക എന്നാണ് നാം പറയുന്നത്, അല്ലേ? നാം വീട്ടിൽ വരുന്ന എല്ലാവരെയും നമ്മുടെ വീട്ടിനുള്ളിൽ നമ്മൾ പ്രവേശിപ്പിച്ച് കയറ്റി ഇരുത്താറില്ല. നമ്മുടെ ഹൃദയത്തോട് യോജിച്ചവർ, നമുക്ക് അംഗീകാരം കൊടുക്കുന്നവരെയാണ് എന്ത് ചെയ്യുന്നത്? നാം ഭവനത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. അതുപോലെ നാം വചനം കേൾക്കുക മാത്രമല്ല, അതിനെ അംഗീകരിച്ച് എന്ത് ചെയ്യണം? നാം കൈക്കൊള്ളണം. കൈക്കൊണ്ടിട്ട് എന്ത് ചെയ്യണം അറിയാം? നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ആ ദൈവവചനത്തിന് ഒരു സ്ഥാനം കൊടുക്കണം. അതാണ് ആദ്യമായി പറയുന്നത്, വചനങ്ങളെ കൈക്കൊള്ളുക എന്നുള്ളത്. വചനം കേൾക്കുക എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വചനത്തെ ഏറ്റെടുത്ത് എന്ത് ചെയ്യണം? അതിനെ അംഗീകരിക്കുന്ന ഒരവസ്ഥ. 2-ാമത് പറയുന്നത് എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? സംഗ്രഹിക്കണം. അത് സ്റ്റോർ ചെയ്ത് വെക്കണം. നാം അതിനെ അംഗീകരിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ഹൃദയത്തിന്റെ പലകിൽ അത് നാം എഴുതണം. നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ കൽപ്പനകൾ കൊണ്ട് നിറയണം. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് 119-ാം സങ്കീർത്തനം അതിന്റെ 11-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യുന്നു? സംഗ്രഹിക്കുന്നു. നമുക്ക് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവഭക്തിയുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്നെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുമോ? നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം? വചനം സംഗ്രഹിക്കണം. വചനം കൊണ്ട് എന്ത് ചെയ്യണം? നിറയ്ക്കണം. നമ്മുടെ ഹൃദയത്തിൽ നാം എന്താണ് ഫില്ല് ചെയ്യുന്നത്, അതാണ് നമ്മുടെ പ്രവൃത്തിയിലേക്ക് എന്ത് ചെയ്യുന്നത്? നാം അറിഞ്ഞു അറിയാതെ പലപ്പോഴും എന്ത് ചെയ്യുന്നത്? വരുന്നത്. അപ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന, ആദ്യം വചനത്തെ കൈക്കൊള്ളണം. 2-ാമത് എന്ത് ചെയ്യണം? ദൈവത്തിന്റെ കൽപ്പനകളെ, ദൈവത്തിന്റെ വചനങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അതിന് 3-ാം വാക്യം വായിക്കാമോ? നീ ബോധത്തിനായി വിളിച്ചു, വിവേകത്തിനായി ശബ്ദം ഉയർത്തുന്നു എങ്കിൽ, അതിനെ വെള്ളിയെ പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെ പോലെ തിരയുന്നു എങ്കിൽ. മതി. അവിടെ പറയുന്നത്, നീ ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി എന്ത് ചെയ്യണം? ശബ്ദം ഉയർത്തണം. ബോധം എന്ന് പറയുന്നത് ഇൻസൈറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഒരു സർഫസ് ലെവലിലുള്ള ഒരു അറിവ് മാത്രമല്ല, കുറച്ച് കാര്യങ്ങളെയൊക്കെ അറിയാം, അങ്ങനെയല്ല. ആഴമായ ഒരു അറിവാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് ഒറ്റയടിക്ക് ലഭിക്കുന്നതല്ല, അത് നമ്മൾ ദൈവത്തോട് ചോദിച്ച് വാങ്ങേണ്ട കാര്യമാണ്. അതായത് ബോധത്തിനായി വിളിക്കണം. കർത്താവേ, എനിക്ക് വചനത്തിന്റെ ആഴങ്ങളിലേക്ക് എന്നെ ഒന്ന് ഇറക്കണം. പുറമേ ഉള്ള ചില കാര്യങ്ങൾ അറിയുന്നവരായിട്ടല്ല, കുറച്ചും ഡീപ്പറായിട്ട്, ആഴമായിട്ട് എന്നെ ഒന്ന് വചനം പഠിപ്പിക്കണമേ എന്ന് നാം എന്ത് ചെയ്യണം? വിളിക്കണം. 2-ാമത് വിവേകത്തിനായി എന്ത് ചെയ്യണം? ശബ്ദം ഉയർത്തണം. അനീതിക്കെതിരെ ശബ്ദം ഉയർത്തുക, അങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലേ? ഈ അനീതി എല്ലാവരും സഹിക്കും, എന്നാൽ ചിലർ മാത്രം എന്ത് ചെയ്യും? അതിനെതിരെ ശബ്ദം ഉയർത്തും. അതുപോലെയാണ് എന്ത് ചെയ്യുന്നത്? ഈ വിവേകത്തിന് വേണ്ടിയുള്ള താല്പര്യം എല്ലാവർക്കും ഒന്നും എന്ത് ചെയ്യത്തില്ല, ഈ താല്പര്യം തോന്നത്തില്ല. എന്നാൽ നാം ശബ്ദം ഉയർത്തിയാൽ ദൈവം നമുക്കത് എന്ത് ചെയ്യും? നൽകും. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് 3-ാം വാക്യത്തിൽ പറയുന്നത്. ബോധത്തിന് വേണ്ടി നാം എന്ത് ചെയ്യണം? വിളിക്കണം. ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, ഈ ദൈവവചനത്തെ പറ്റി ആഴമായ ഒരു കാഴ്ചപ്പാട് എന്ത് ചെയ്യണം? നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. 2-ാമത് വിവേകത്തിനായി ശബ്ദം ഉയർത്തണം. ദൈവത്തോട് ചോദിക്കണം. ശലോമോൻ എന്ത് ചെയ്തു? അത് ചോദിച്ചാണ് എന്ത് ചെയ്തത്? വാങ്ങിയത്. തന്നെ ഒരു ഉന്നതമായ ഒരു അനുഭവത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ തനിക്ക് മനസ്സിലായി, തന്റെ ജ്ഞാനോ വിവേകം കൊണ്ട് എന്ത് ചെയ്യത്തില്ല, ഈ ജനത്തെ നയിക്കുവാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ താൻ ദൈവത്തോട് എന്ത് ചെയ്തു? ചോദിച്ചു. വിവേകമുള്ള ഒരു ഹൃദയത്തെ തരയണമേ എന്നാണ്. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ ബോധം വേണം, വിവേകം വേണം എന്നൊരു ആവശ്യകത നമ്മുടെ ഹൃദയത്തിൽ വരണം. അത് വരുമ്പോൾ നാം അറിയാതെ എന്ത് ചെയ്യും? ദൈവത്തോട് എന്ത് ചെയ്യാൻ തുടങ്ങും? പ്രാർത്ഥിക്കാൻ തുടങ്ങും. കർത്താവേ, എനിക്ക് അങ്ങയുടെ ജ്ഞാനം ഒന്ന് തരണം, ഈ വചനം അതുപോലെ മനസ്സിലാക്കുവാനുള്ള ഒരു ദൈവകൃപ നൽകണമേ എന്ന് എന്ത് ചെയ്യണം? നാം പ്രാർത്ഥിക്കുവാൻ തുടങ്ങും. അപ്പൊ 3-ാം വാക്യത്തിൽ ചുരുക്കം പറഞ്ഞാൽ, ദൈവിക ജ്ഞാനം പ്രാപിക്കാനുള്ള ഒരു ആവശ്യകത എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിൽ വരണം. 4-ാം വാക്യം, അതിനെ വെള്ളിയെ പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെ പോലെ എന്ത് ചെയ്യണം? തിരയണം. അത് വാല്യുബിൾ ആയിട്ട്, അതായത് വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്യും? നാം അതിനെ
അതിനെ കൂടുതൽ അന്വേഷിക്കുക, അതിനെ എങ്ങനെയെങ്കിലും നേടുവാനുള്ള ഒരു താല്പര്യം തോന്നും. അപ്പൊ രണ്ടാം വാക്യം പറയുന്നത് വചനം കൈക്കൊള്ളണം, അതിനുശേഷം കൽപ്പനകൾ ഹൃദയത്തിൽ ഗ്രഹിക്കണം, രണ്ടാമത് ദൈവിക വിവേകം പ്രാപിക്കാനുള്ള ഒരു താല്പര്യം വേണം, നാലാമത് അത് വിലപ്പെട്ടതായി കരുതണം. ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് അഞ്ചാം വാക്യത്തിൽ പറയുന്നത് നീ യഹോവ ഭക്തി എന്ത് ചെയ്യണം, ഗ്രഹിക്കുക. ഇപ്പോഴും മനസ്സിലായി എന്തുകൊണ്ടാണ് ഭക്തന്മാർ കുറഞ്ഞു പോയതെന്ന്. ഈ വക സാധിക്കത്തില്ല. ഇതിന്റെ ഒരു ഉദാഹരണമാണ് നമുക്ക് മോശയുടെ ജീവിതം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, അല്ലേ? മോശ ഹോരേബ് പർവ്വതത്തിൽ പോകുമ്പോൾ അവർ കത്തുന്ന ഒരു മുൾപ്പടർപ്പ് കാണുമ്പോൾ തന്റെ ക്യൂരിയോസിറ്റി തന്നെ അതിനെ ഉണർത്തി, താൻ അത് എന്തുവാണ് അറിയാനുള്ള ഒരു ആഗ്രഹം എന്ത് ചെയ്തു, തനിക്ക് തോന്നി. താൻ ആ മലയിലേക്ക് കയറി ചെല്ലുമ്പോൾ താൻ എന്ത് ചെയ്തു, ദൈവശബ്ദം കേട്ടു. ദൈവശബ്ദം മാത്രമല്ല, താൻ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്തു, ചെരുപ്പ് എന്ത് ചെയ്തു, മാറ്റിക്കളഞ്ഞു. അത് മാത്രമല്ല, ദൈവം വിശുദ്ധനാണ്. ആ വിശുദ്ധനായിരിക്കുന്നതിന്റെ ലെവൽ എത്രയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെയാണ് യെശയ്യാ പ്രവാചകൻ ആ ദർശനം താൻ കണ്ടപ്പോൾ താൻ അശുദ്ധിയുള്ള ഒരു ആദരത്തിന് ഉടമയാണെന്ന് എന്ത് ചെയ്തു, മനസ്സിലായി. നാം ഇപ്പോൾ വചനം സംഗ്രഹിക്കുമ്പോഴും ദൈവിക ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അത് വിലപ്പെട്ടതായി നാം കരുതുമ്പോഴും എന്ത് ചെയ്യും, യഹോവ ഭക്തി നമ്മൾ ഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് വരും, അല്ലെ? നാം എന്ത് ചെയ്യണം, നാം ഇപ്പോൾ പലരും പല സ്ഥാനങ്ങളിൽ എത്തുവാൻ നാം എന്ത് ചെയ്യണം, പല കാര്യങ്ങൾ പഠിക്കണം, അല്ലെ? ഇപ്പൊ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ അത് പാസ്സായാൽ എന്ത് ചെയ്യത്തുള്ളൂ, ചില കാര്യങ്ങൾ ചെയ്യാൻ ക്വാളിഫൈഡ് ആവത്തുള്ളൂ. അതുപോലെ തന്നെ നാം വചനം ചില കാര്യങ്ങൾ പഠിച്ചാൽ എന്ത് ചെയ്യത്തുള്ളൂ, ആ ഒരു നിലവാരത്തിലേക്ക് വരുവാൻ സാധിക്കത്തുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നാം എന്ത് ചെയ്യണം, യഹോവ ഭക്തി ഗ്രഹിക്കുന്നവരാണോ എന്ന് നാം എന്ത് ചെയ്യണം, നമ്മെ തന്നെ ശോധന ചെയ്യണം. നാം വചനം കൈക്കൊള്ളുന്നവരാണോ, വചന ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവരാണോ, ദൈവിക ജ്ഞാനം കരസ്ഥമാക്കുവാൻ അതിനുവേണ്ടി പഠിക്കുവാൻ നാം സമയം മാറ്റി വെക്കുന്നുണ്ടോ, അത് വിലപ്പെട്ടതായി കരുതുന്നുണ്ടോ? നാം ലോകത്തിലെ പല കാര്യങ്ങളും വിലപ്പെട്ടതായി കരുതുന്നു, അതിലുപരിയായി നാം ദൈവവചനത്തെ വിലപ്പെട്ടതായി കരുതുന്നു എന്ത് ചെയ്യണം, നാം ഇന്ന് പകൽക്കാലം ശോധന ചെയ്യണം. അപ്പോൾ നമ്മൾ അപ്പോസ്തലനായ പൗലോസ് 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ അന്ത്യകാലത്ത് എന്ത് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്, ദുർഘട സമയങ്ങൾ വരും. അപ്പോൾ ദാവീദ് തന്റെ ചുറ്റും തിരിഞ്ഞു നോക്കിയതുപോലെ തന്നെ ഇന്നും നാം ഒരു അന്ത്യകാലത്താണ് വന്ന് നിൽക്കുന്നത്. ഈ അന്ത്യകാലത്ത് എന്ത് ചെയ്യുന്നതെന്ന് അറിയുമോ, ഈ ഭക്തി എന്ത് ചെയ്യുന്നു, കുറഞ്ഞു പോകുന്ന ഒരു കാലത്താണ് നാം ആയിരിക്കുന്നത്, അല്ലെ? 2 തിമോഥെയോസ് 3-ന്റെ 5-ാം വാക്യം ഒന്ന് വായിക്കാമോ? 2 തിമോഥെയോസ് 3-ന്റെ 5. സൽഗുണദോഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അപ്പോൾ അവിടെ 3-ാം അധ്യായം ആരംഭവാക്യത്തിൽ പറയുന്ന അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. അതിനുശേഷം മനുഷ്യന്റെ പല കാര്യങ്ങളും അവിടെ പറഞ്ഞിട്ട് 5-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും, അങ്ങനെയുള്ളവരെ വിട്ടുവഴിയുക. അപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 5-ാം വാക്യത്തിലുള്ള ഭാഗം മാത്രമാണ് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ സദൃശ്യവാക്യത്തിൽ കേട്ടതുപോലെ തന്നെ നാം ദൈവിക വിഷയത്തിൽ പ്രിയമില്ലാത്തവരാണെങ്കിൽ നാം ആരായിത്തീരും, ഭോഗപ്രിയരായിത്തീരും. അതെ, ലവേഴ്സ് ഓഫ് ഗോഡ്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവ വിഷയം, ദൈവ കാര്യങ്ങളിൽ, ദൈവിക കാര്യങ്ങളിൽ പ്രിയമുള്ളവരായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ അന്ത്യകാലത്തേക്ക് കടന്നു വരുമ്പോൾ ലവേഴ്സ് ഓഫ് പ്ലഷർ, അതായത് സ്വയം സന്തോഷത്തിലാകുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി സമയം ചെലവഴിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ജനം. ആരാധന മടുപ്പാണ്, ആരാധന ബോറാണ്, അതിനുവേണ്ടി സമയം ചെലവഴിക്കാൻ താല്പര്യമില്ല. ബാക്കി എല്ലാ കാര്യത്തിനും എത്ര എഫേർട്ട് ഇട്ടും എന്ത് ചെയ്യാണ്, ചെയ്യുവാൻ തയ്യാറായിരിക്കുന്ന ഒരു കാലഘട്ടം. നാം ഇത് വായിക്കുമ്പോൾ നാം ഈ അനുഭവത്തിലൂടെയാണോ കടന്നു പോകുന്നതെന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. ഒരു ദിവസം നാം എന്തൊക്കെ കാര്യത്തിനാണ് അധികം സമയം ചെലവഴിക്കുന്നത്? നാം ജോലിക്ക് പോകേണ്ടതുണ്ട്, ഭവന കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഇതിനിടയിലും ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി നാം എത്ര സമയം എന്ത് ചെയ്യണം, മാറ്റി വെക്കുന്നു എന്ന് നാം എന്ത് ചെയ്യണം, ചിന്തിക്കണം. നാം ഒരു ഞായറാഴ്ച 3 മണിക്കൂർ മാത്രമാണ് മാറ്റി വെക്കുന്നെങ്കിൽ ദൈവം എന്നെയും നിങ്ങളെയും വിവേചിച്ച് വിളിക്കുന്ന വാക്കാണ് നാം ഭോഗപ്രിയരാണ്, നാം ദൈവപ്രിയമുള്ളവരല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല. നാം ഒരു വ്യക്തിയെ സ്നേഹിച്ചാൽ ആ വ്യക്തിയുമായിട്ട് എപ്പോഴും ഇരിക്കുവാൻ, ആ വ്യക്തിയുമായി എപ്പോഴും ഒരു ബന്ധം നാം പുലർത്തുവാൻ ആഗ്രഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നാം എന്ത് ചെയ്യും, ദൈവമായിട്ട് അധിക സമയം ചെലവഴിക്കും. നാം അങ്ങനെ ചെലവഴിച്ചില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ, ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരായിത്തീരും. അതിന്റെ അർത്ഥം എന്താണ്? എനിക്ക് മനസ്സിലായ ഒരു ചിന്ത ഞാൻ പറയാം. ഒരു മിലിറ്ററി അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ എടുക്കാം. അയാൾ അധ്വാനിച്ചു, ടെസ്റ്റ് എഴുതി ആ സ്ഥാനത്ത് വന്നു. ആ സ്ഥാനത്ത് എത്തിയപ്പോൾ അയാൾക്ക് യോഗ്യമായ ഒരു പവർ ഉണ്ട്. ആ യൂണിഫോമിന് ചില പവറുകളുണ്ട്, സാധാരണ വ്യക്തിക്കുള്ളതല്ല. ആ വ്യക്തിക്ക് യോഗ്യമായ സ്ഥാനത്ത് തനിക്ക്
ചില പവറുകൾ നൽകിയിട്ടുണ്ട്, ചില ശക്തികൾ അല്ലെങ്കിൽ ചില അധികാരങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ തന്റെ കയ്യിലിരിപ്പ് കാരണം എന്തോ പ്രവൃത്തി കാരണം താൻ ആ സർവീസിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. എന്നിട്ടും താൻ എന്ത് ചെയ്യുകയാണ്? ആ വസ്ത്രമിട്ട് നടക്കുന്നത്. ഇപ്പോഴും താൻ എന്ത് ചെയ്യുന്നു? ആ വസ്ത്രം ഇടുന്നുണ്ട്, പക്ഷെ തനിക്ക് എന്തില്ല? പവറില്ല. ശക്തിയെ താൻ തന്നെ ത്യജിച്ചതാണ്. എന്തുകൊണ്ട്? തന്റെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ട് തന്നെ സർവീസിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. അതിന് തനിക്ക് യോഗ്യനായിരുന്നു ഒരു കാലത്ത്, താൻ അതിനുള്ള യോഗ്യനായിരുന്നു, താൻ ആ സ്ഥാനത്തേക്ക് ദൈവം കൊണ്ടുവന്നു. എന്നാൽ എന്തോ ചില കാരണങ്ങളാൽ ആ ശക്തി നഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പോഴും എന്ത് ചെയ്യുകയാണ്? ആ വേഷം ധരിച്ചിരിക്കുന്ന ഒരു അനുഭവം. ഈ ഒരു അനുഭവത്തിലേക്കൊന്നും നാം എന്ത് ചെയ്യരുത്? ഒരിക്കലും വിഴുന്നു പോകാൻ ഇടയാകരുത്. നാം എന്തെങ്കിലും വീഴ്ചകൾ, കുറവുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ സാധ്യതയുണ്ട് ഉണ്ടെങ്കിൽ നാം എന്ത് ചെയ്യണം? നേരെ പോയി ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ വരുമ്പോൾ 2 വ്യക്തികൾ പ്രാർത്ഥിക്കുവാൻ കടന്നു വരും അല്ലേ? അതിലൊരു വ്യക്തി പരീശനാണ്. പരീശൻ എന്ത് ചെയ്യുന്നില്ല? തന്റെ കുറവുകൾ ഒരു തരത്തിലും എന്ത് ചെയ്യുന്നില്ല? മനസ്സിലാകുന്നില്ല. വന്ന് തന്റെ നന്മകൾ, താൻ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാധാരണ ഒരു ചുങ്കക്കാരൻ, ഈ വ്യക്തിയുടെ അത്ര വചനജ്ഞാനമൊന്നുമില്ല, പക്ഷെ എന്ത് ചെയ്തു? ദൈവഭക്തി അവൻ എന്ത് ചെയ്തു? തിരിച്ചറിഞ്ഞു. തന്റെ ജീവിതത്തെ കണ്ട് അവൻ നീതീകരിക്കപ്പെട്ടു പോയപ്പോൾ പരീശൻ എന്ത് ചെയ്യുന്നു? ഭക്തിയുടെ വേഷം അണിഞ്ഞ് ഒരാഴ്ചയും വന്ന് എന്ത് ചെയ്താണ്? പ്രാർത്ഥിച്ച് പോകുകയാണ്. നാം ഒരിക്കലും എന്ത് ചെയ്യരുത്? ഈ ഒരു അവസ്ഥയിലേക്ക് ആയി പോകരുത്. ഇങ്ങനെയുള്ള ജനം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആയിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയാണ് തിമോഥെയോസിനോട് ഇതേ അധ്യായത്തിൽ അതിന്റെ 12-ാം വാക്യം വായിക്കാം. 2 തിമോഥെയോസ് 3:12. Praise the Lord. Hallelujah. സ്തോത്രം. 2 തിമോഥെയോസ് 3:12. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. മതി. ഇപ്പൊ എന്തുകൊണ്ടാണ് മനസ്സിലായോ? വീണ്ടും മനസ്സിലാക്കുകയാണ് നാം ഭക്തി കുറഞ്ഞു വരുന്നതിന്റെ കാരണം. ഒന്നാമത്, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക്. നമുക്ക് മനസ്സുണ്ടായാൽ മതി. നാം ഒന്ന് താല്പര്യത്തോടെ സ്റ്റാർട്ട് ചെയ്താൽ മതി. അന്നു മുതൽ എന്തുണ്ടാകും? കഷ്ടമുണ്ടാകും. നാം ഓഫീസിൽ പോകുന്നവരാണ്, സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. മോശമായി ജീവിക്കുന്നവർക്ക് ആർക്കും വലിയ പ്രയാസങ്ങളൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഓഫീസിൽ മാന്യമായിട്ട് മദ്യപിക്കാതെ മറ്റു കാര്യങ്ങൾക്കൊന്നും പോകാതെ മാന്യമായി ജീവിച്ചാൽ മതി. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യും? കളിയാക്കും. ശരിക്കും എന്താണ്? നമ്മളാണ് മാന്യമായി ജീവിക്കുന്നതല്ലേ? എന്നാൽ പക്ഷെ നാം എന്ത് ചെയ്യും? നിന്ന അനുഭവിക്കുക. ദൈവഭക്തന്മാര് ദൈവവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർ ഭക്തിയോട് ജീവിച്ചവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്? കഷ്ടം അനുഭവിച്ചിട്ടുണ്ട്. യോസഫിന് എന്തുകൊണ്ടാണ് കഷ്ടം വന്നത്? അവൻ ദൈവഭക്തിയെ ആ സമയത്ത് മുറുകെ പിടിച്ചത് കൊണ്ടാണ് അവൻ എന്ത് ചെയ്തത്? കഷ്ടം വന്നത്. യോബിനും അത് തന്നെയാണ് സംഭവിച്ചത്. യോബ് 2:3 യഹോവ സാത്താനോട് പറയുന്നുണ്ട്, അവൻ ദൈവഭക്തനാണ്, അവൻ ഭക്തിയെ എന്ത് ചെയ്തിട്ടുണ്ട്? മുറുകെ പിടിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം നാം വായിക്കണം. മക്കളെല്ലാം നഷ്ടപ്പെട്ടു, സമ്പത്തെല്ലാം പോയി. എന്നിട്ട് ദൈവമാണ് യോബിനെ പറ്റി സാക്ഷ്യം പറയുന്നത്. അവൻ ദൈവഭക്തി എന്ത് ചെയ്തിട്ടുണ്ട്? മുറുകെ പിടിച്ചിരിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ അവസാനം വരുമ്പോൾ തന്റെ ഭാര്യ തന്നെ പരിഹസിക്കുന്നതും അതേ വിഷയത്തിലാണ്. ഈ ഭക്തി എന്ത് ചെയ്യണം? മുറുകെ പിടിക്കുന്ന വിട്ടുകളഞ്ഞിട്ട് എന്ത് ചെയ്യണം? പോയി മരിക്കുവാനാണ് പറയുന്നത്. പിശാചിന് എന്നെ നിങ്ങളെ ഭക്തിയെ മാറ്റണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നാം ഭക്തിയുടെ വേഷം അണിഞ്ഞ് ജീവിച്ചാൽ ആ പിശാചിന് നമ്മോട് ഒരു കുഴപ്പവുമില്ല. എന്നാൽ നാം ഭക്തിയോട് ജീവിക്കാൻ ഒരു തീരുമാനമെടുക്കുമ്പോൾ, ചില കാര്യങ്ങൾ നാം വിശുദ്ധിയോടെ ജീവിക്കുവാൻ നാം തീരുമാനമെടുക്കുമ്പോൾ നാം എന്ത് ചെയ്യും? കഷ്ടതയിലൂടെ എന്ത് ചെയ്യും? നാം കടന്നു പോകും. അത് തിമോഥെയോസിനെ ഓർപ്പിക്കുകയാണ്. ആ കഷ്ടം നാം സഹിക്കേണ്ടതാണ്. ഒരു കാര്യം കൂടെ ഓർപ്പിക്കുന്നു, തന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. 2 തിമോഥെയോസ് 3:10 വാക്യത്തിൽ തിമോഥെയോസിനോട് പറയുന്നു, നീയോ എന്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശ്യം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിൽ, ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിലെല്ലാറ്റിലും കർത്താവ് എന്നെ എന്ത് ചെയ്യും? വിടുവിക്കും. ഭക്തിയോടെ നിന്ന കഷ്ടമുണ്ടാകും. പക്ഷേ വചന ഒരു ഉറപ്പ് തരുന്നത് എന്താണെന്ന് അറിയുമ്പോൾ നാം എല്ലാറ്റിൽ നിന്നും വിടുവിക്കും. മറ്റൊരു അന്യ രാജ്യത്ത് പോയി താമസിച്ചവരായിരുന്നു ദാനിയേലും ആ 3 ബാലകന്മാരും. അവർക്ക് അവിടെ ദൈവഭക്തിയോടെ ജീവിക്കാൻ ഒരു സാധ്യത, ഒരു അവസരമില്ലാത്ത സമയത്തും അവർ ദൈവത്തിന് വേണ്ടി അവിടെ നിലനിന്നു. അവർ ഭക്തിയെ മുറുകെ പിടിച്ചപ്പോൾ അവർക്ക് വേണ്ടി പതുക്കെ എന്ത് ചെയ്തു? സാഹചര്യങ്ങളെല്ലാം ദൈവം മാറ്റി തന്നു. നാം ധൈര്യത്തോടെ നിന്നാൽ ദൈവം നമ്മോട് കൂടെ നിൽക്കും. എന്നാൽ അവരോട് ചേർന്നിരിക്കുവാനാണ് നാം ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം നമ്മെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? സഹായിക്കില്ല. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഒരു തീരുമാനം നാം എടുക്കണം. ദൈവമേ, ഞാൻ എവിടെയായിരുന്നാലും ദൈവസഭയിൽ കടന്നു വരുമ്പോൾ മാത്രമല്ല, ഓഫീസുകളിലായിരിക്കുമ്പോൾ, സ്കൂളുകളിലായിരിക്കുമ്പോൾ, കോളേജുകളിലായിരിക്കുമ്പോൾ ആ ഭക്തിയെ മുറുകെ പിടിക്കുമെന്നൊരു തീരുമാനത്തോടെ നമുക്കിന്ന് കടന്നു പോകാം. എന്നാൽ ദൈവഭക്തിയെ പറ്റി വീണ്ടും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് യാക്കോബ് അപ്പോസ്തലൻ എഴുതിയ ലേഖനം 1-ാം അധ്യായം യാക്കോബ് 1:26 വാക്യം വായിക്കാമോ?
നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. മതി. നാം ദൈവഭക്തി ഉണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട്. നാം നാവിനെ കടിഞ്ഞാണിടാത്ത കാരണം എന്താണെന്ന് അറിയുമോ? നമുക്കത് ന്യായമായിട്ട് തോന്നുന്നത് കൊണ്ടാണ്. അതാണ് പറയുന്നത്, ഹൃദയത്തെ വഞ്ചിച്ച്. അതായത് അവന് ശരിയായി തോന്നുന്നു. എന്നാൽ ശരിയായി തോന്നിയത് കൊണ്ട് എന്ത് ചെയ്യുന്നു? താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. നാം നാവിനെ നിയന്ത്രിക്കാതെ നാം ഭക്തൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഭക്തി എന്താണ്? വ്യർത്ഥം എന്നാണ് നാം പറയുന്നത്. പ്രത്യേകിച്ച് സങ്കീർത്തനത്തിന്റെ കോണ്ടക്സ്റ്റിൽ നാം ചിന്തിച്ചാൽ ഇത് വളരെ ആപ്റ്റായ ഒരു വാക്യമാണ്. 12 2, 3, 4 വാക്യങ്ങളിലെല്ലാം നാവ് കൊണ്ടുള്ള പാപത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇരുമനസ്സുള്ളവർ, കപടം പറയുന്നവർ, വമ്പ് പറയുന്നവർ, കൂട്ടുകാരനോട് കള്ളം പറയുന്ന, വ്യാജം പറയുന്നവർ. അപ്പോൾ നാവിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഭക്തി, നമ്മുടെ ഹൃദയത്തിൽ ഭക്തി ഉണ്ടെങ്കിൽ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്തായിരിക്കും? അതിന് യോഗ്യമായ വാക്കുകളായിരിക്കും. അപ്പൊ നമ്മളെ തന്നെ എന്ത് ചെയ്യണം? പരിശോധിക്കണം. നാം ദൈവഭക്തിയോട് ഇരുന്നാൽ ഉപയോഗം എന്താണെന്ന് അറിയുമോ? ദൈവം നമ്മോട് കൂടെ ഇരിക്കും. ആ ഭക്തിയോടെ ജീവിക്കാനുള്ള ഒരു ദൈവകൃപ നമുക്ക് തരും. 19 സങ്കീർത്തനം അതിന്റെ 9 വാക്യം വായിക്കാമോ? 19:9. യഹോവ ഭക്തി നിർമ്മലമായത് അത് എന്നേക്കും നിലനിൽക്കുന്നു. മതി. യഹോവ ഭക്തി നിർമ്മലമായത് അത് എന്നേക്കും എന്തെയും നിലനിൽക്കും. നാം ഭക്തിയോടെ ജീവിച്ചാൽ അത് ദൈവം നമ്മെ നിലനിർത്തും. മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും എന്ത് ചെയ്യണം? അത് കൊണ്ടുവരുവാൻ ശ്രമിക്കണം. ഞാൻ ആ ഭാഗം വിടുകയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നാം ഭക്തിയുള്ളവരാണോ, വിശ്വസ്തരാണോ എന്ന് എന്ത് ചെയ്യണം? നമ്മെ തന്നെ ശോധന ചെയ്യാനുള്ള ഒരു സമയമായിട്ട് ഇതെടുക്കണം. 2, 3, 4 വാക്യങ്ങളിലൊക്കെ പറയുന്നത് നാവ് കൊണ്ട് താൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ് പറയുന്നത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടാം. കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു, കപടമുള്ള ആദരം, ഇരുമനസ്സോടെ സംസാരിക്കുന്നു, മനസ്സിലൊന്ന് സംസാരിക്കുന്ന രീതി വേറെ, കപടമുള്ള ആദരങ്ങളൊക്കെ, വമ്പ് പറയുന്ന നാവിനൊക്കെ യഹോവ എന്ത് ചെയ്യും? ഛേദിച്ച് കളയുമെന്ന് പറയുകയാണ്. 4ാമത്തെ വാക്യത്തിൽ നാവ് കൊണ്ട് പാപം ചെയ്യുന്ന ഒരു പ്രത്യേകതകൾ അവിടെ പറയുന്നുണ്ട്. ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും, ഞങ്ങളുടെ ആദരങ്ങൾ ഞങ്ങൾക്ക് തുണ, ഞങ്ങൾക്ക് യജമാനൻ ആരെന്നവർ പറയുന്നു. നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ദൈവസഭയ്ക്കകത്തുനിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പുറമേ നിന്ന് വരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ നാം നാവ് കൊണ്ട് മറുപടി പറയാൻ തുടങ്ങിയാൽ പിന്നെ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യത്തില്ല? ഒരിക്കലും സംസാരിക്കത്തില്ല. നമ്മെ ആരെങ്കിലും നിന്ദിക്കുകയാണെങ്കിൽ, നമ്മെ ആരെങ്കിലും വേദനിപ്പിക്കുകയാണെങ്കിൽ നാം അതിനെ സഹിക്കണം. അതാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാലേ ദൈവം എന്ത് ചെയ്യത്തുള്ളൂ? പ്രവർത്തിക്കേണ്ട സമയത്ത് എന്ത് ചെയ്യത്തുള്ളൂ? പ്രവർത്തിക്കത്തുള്ളൂ. നമ്മുടെ നാവാണ് നമ്മുടെ തുണ എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? തുണയായി ഇരിക്കത്തില്ല എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. 5ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി ഒരു കാംക്ഷ ഉണ്ടാകണം. ഞാൻ യുവജനങ്ങളോട്, പ്രിയപ്പെട്ടവരോടാണ് പറഞ്ഞത്, നമുക്ക് അതിനൊരു താല്പര്യം വേണം. നാം വളരെ പ്രയാസമേറിയ ഒരു ജീവിതത്തിലാണ്, ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾക്കൊന്നും എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാകാത്ത ഒരു കാലഘട്ടം. അവരായിരിക്കുന്ന കാലഘട്ടത്തെക്കാൾ വ്യത്യസ്തമായ ഒരു കാലഘട്ടം. നാം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഓരോ സ്ഥാനങ്ങളിലും ഭക്തിയോടെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ഇവിടെ ഉറപ്പ് പറയുകയാണ്, രക്ഷയ്ക്ക് വേണ്ടി നാം കാംക്ഷിക്കണം. നാം ഒരു താല്പര്യം, ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ വരണം. ദൈവമേ, എനിക്ക് ഭക്തിയോടെ ജീവിക്കുവാൻ, ഇവരുടെ ഇടയിൽ ഇങ്ങനെയുള്ള വ്യക്തികളുടെ മധ്യയാണ് ഞാൻ താമസിക്കുന്നത്, ഭക്തിയില്ലാത്ത, വിശ്വസ്തരല്ലാത്ത, നാവ് കൊണ്ട് പാപം ചെയ്യുന്ന ഒരു ജനത്തിന്റെ മധ്യയാണ് ഞാൻ ആയിരിക്കുന്നത്. അവരിൽ നിന്ന് രക്ഷിക്കണമേ. ഒരു രക്ഷ നാം എന്ത് ചെയ്യും? കാംക്ഷിച്ചാൽ എന്ത് ചെയ്യും? ദൈവം നമ്മെ അതിലാക്കുക. അതിനൊരു ഉദാഹരണമാണ് നോഹയുടെ കാലം. നോഹയുടെ കാലത്ത് പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സമയത്തും രക്ഷപ്പെടുവാൻ ആഗ്രഹിച്ച 8 പേരെ ദൈവം എന്ത് ചെയ്തു? പെട്ടകത്തിനകത്ത് അയക്കി. നമ്മൾ താല്പര്യമുണ്ടെങ്കിൽ എത്ര പാപം നിറഞ്ഞ സ്ഥാനത്തും ദൈവം നമ്മെ ജയത്തോടെ നടത്തുവാൻ ശക്തനാണ്. അതിന്റെ 6ാം വാക്യം വായിക്കാമോ? സങ്കീർത്തനത്തിന്റെ 6ാം വാക്യം. യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. മതി. നാം 2 മുതൽ 4 വരെ മനുഷ്യന്റെ വാക്കുകളുടെ കുഴപ്പങ്ങളെ പറ്റിയാണ് നാം കേട്ടത്. വ്യാജം പറയുന്നു, കപടമുള്ള ആദരമാണ്, ഇരുമനസ്സോടെ സംസാരിക്കുന്നു. എന്നാൽ 6ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ
വാക്കുകൾ, യഹോവയുടെ വചനങ്ങൾ എങ്ങനെയാണെന്നാണ് പറയുന്നത്? നിർമ്മല വചനങ്ങൾ എന്നാണ് പറയുന്നത്. അത് നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. അതായത് അത്ര അതുകൊണ്ട് പ്യൂരിറ്റി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതാണ് എന്ത് ചെയ്യേണ്ടത്? വരുത്തിയതാണ് ദൈവവചനം. അപ്പൊ നാം മനുഷ്യന്റെ വാക്കുകളല്ല, നാം മനുഷ്യന്റെ വാക്കുകൾ കേട്ട് പ്രയാസപ്പെടുന്നവരല്ല. പകരം എന്ത് ചെയ്യണം? നാം എന്ത് ചെയ്യണം? ഈ നിർമ്മല വചനങ്ങളെ ആശ്രയിക്കണം. എന്നാൽ ദൈവം നമ്മെ എന്ത് ചെയ്യും? സഹായിക്കും. അതിന്റെ 7-ാം വാക്യം വായിക്കാമോ? സങ്കീർത്തനം. യഹോവേ, നീ അവരെ കാത്തുകൊള്ളും, ഈ തലമുറയിൽ നിന്ന് നീ അവരെ എന്നും സൂക്ഷിക്കും. ആമേൻ. മതി. ദൈവം ഒരു ഉറപ്പ് തരികയാണ്. യഹോവേ, നീ അവരെ എന്ത് ചെയ്യും? കാത്തുകൊള്ളും. ആരാണ് നീ അവരെന്ന് പറഞ്ഞത്? അതായത് രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ, ദൈവവചനത്തിൽ ആശ്രയിക്കുന്നവനെ നീ അവരെ കാത്തുകൊള്ളും എന്നാണ് പറയുന്നത്. ഈ തലമുറയിൽ നിന്ന് നീ അവരെ എന്നും സൂക്ഷിക്കുമെന്നാണ് പറയുന്നത്. ഒരു ഉറപ്പാണ് തരുന്നത്. അത് എനിക്കും നിങ്ങൾക്കും ദൈവം തരുന്ന ഒരു പ്രോമിസ് ആണ് പറയുന്നത്. ഈ തലമുറയിൽ, ഈ തലമുറ എന്താണ്? വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറ. ആ തലമുറയിൽ നിന്ന് എന്ത് ചെയ്യും? നമ്മെ എന്നും സൂക്ഷിക്കും എന്നൊരു ഉറപ്പ് ദൈവം നമുക്ക് തരികയാണ്. 2 തിമോത്തിയോസ് 3-ാം അധ്യായമാണല്ലോ വായിച്ചത്. അവസാന ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ തിമോത്തിയോസിന് നൽകുന്ന ഉപദേശവും അത് തന്നെയാണ്. നമുക്ക് ആ 2 തിമോത്തിയോസ് 3-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കാമോ? മേൽക്കുമേൽ 2 തിമോത്തിയോസ് 3:14. നീയോ ദുഷ്ടന്മാരും മായാവികളും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ബോഷത്തിൽ മുതിർന്നു വരും. മതി. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവേശുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കിയവൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്തുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. മതി. അപ്പൊ നമുക്ക് അവിടെ 12-ാം വാക്യം നാം വായിച്ചു കേട്ടതാണ്. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്ക് എന്ത് ചെയ്യും? കഷ്ടമുണ്ടാവും. അടുത്ത വാക്യം പറയുന്നു, ഇനി എന്ത് ചെയ്യും? ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിക്കപ്പെട്ടുകൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ എന്ത് ചെയ്യും? മുതിർന്നു വരും. അവർ തിമോത്തിയോസിനോട് പറയുകയാണ്, ഇപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ അത് എന്ത് ചെയ്യും? കൂടി എന്ത് ചെയ്യത്തുള്ളൂ? വരത്തുള്ളൂ. നമ്മോട് ദൈവാത്മാവ് പറയുന്ന അന്ത്യകാലത്തേക്ക് നാം കൂടുതൽ പോകുന്തോറും നാം കാണാൻ പാടില്ലാത്തത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പാപപ്രവൃത്തികൾ നിറഞ്ഞത് ആത്മീക ലോകത്ത് പോലും എന്ത് ചെയ്യും? അങ്ങനെയുള്ള വ്യക്തികൾ എന്ത് ചെയ്യും? വരും. അപ്പോൾ നാം എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അത് എപ്പോഴും ഓർമ്മ വേണം. ഈ ദൈവസഭയെയും ദൈവദാസന്മാരെയും ഇവിടെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യരുത്? മറക്കരുത്. നിങ്ങൾ എല്ലാ കാലവും ദൈവസഭയിലൊന്നും ഇരിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് വിദേശങ്ങളിൽ പോകേണ്ടി വരും, പഠനാർത്ഥം പല സ്ഥാനങ്ങളിൽ പോകേണ്ടി വരും. അവിടെ എല്ലാം പോകുമ്പോൾ എന്ത് ചെയ്യണം? തിമോത്തിയോസിനോട് പറയുന്നത് പോലെ പറയുകയാണ്, നമ്മോടും പറയുകയാണ്, നീയോ ഇന്നവരോട് പഠിച്ചെന്ന് എന്ത് ചെയ്യണം? ഓർക്കണം. നമ്മുടെ ദൈവസഭ ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നാം മറ്റൊരു സ്ഥാനത്തേക്ക് പോകുമ്പോൾ അതിന് മാച്ച് ആവാത്തത്, അതല്ലാത്ത പ്രവൃത്തികൾ കാണുമ്പോൾ എന്ത് ചെയ്യണം? നാം പഠിച്ച കാര്യം എന്ത് ചെയ്യരുത്? ഒരിക്കലും മറന്നു പോരുത്. നാം ഇവിടെ ദൈവദാസന്മാരിൽ നിന്ന് ചെറുപ്രായം മുതൽ വളർന്നു വന്ന കുഞ്ഞുങ്ങളാണ് അധികം ഇവിടെ ഉള്ളത്. നാം പഠിച്ച കാര്യം ഒരിക്കലും എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. മാത്രമല്ല, അടുത്ത എന്താണ് ചെയ്യേണ്ടത്? ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചു ഇരിക്കുന്നതിൽ എന്ത് ചെയ്യണം? നിലനിൽക്കണം. അവിടെ ഒരു ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് രക്ഷയ്ക്ക് എന്ത് ചെയ്യണം? ജ്ഞാനിയാക്കണം എന്ന് പറയുന്നത്. രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന തിരുവചനം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമോ? നമുക്ക് രക്ഷപ്പെടുവാനുള്ളത്, എങ്ങനെ രക്ഷപ്പെടാം, എങ്ങനെ നിത്യതയിൽ എത്താം എന്നുള്ള വഴി എവിടെ പറഞ്ഞിട്ടുള്ളൂ? ഈ തിരുവെഴുത്തുകളിലുണ്ട്. അത് നാം പ്രാപിച്ച് എന്ത് ചെയ്യണം? അതിനുള്ള ജ്ഞാനം എന്ത് ചെയ്യണം? നാം പ്രാപിച്ചോളൂ. നാം വലിയൊരു ഒരു കാടിനുള്ളിൽ നാം അകപ്പെട്ടു പോയി എങ്ങനെ പുറത്തു പോകണമെന്ന് അറിയില്ല. എന്നാൽ ഒരു മാപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് നോക്കി എന്ത് ചെയ്യാം? പുറത്തു വരാം. അങ്ങനെ രക്ഷപ്പെടുവാനുള്ള ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത്? തിരുവെഴുത്ത്. അപ്പൊ നാം എന്ത് ചെയ്യണം? ഈ രക്ഷയ്ക്ക് ജ്ഞാനിയാകുന്ന തിരുവെഴുത്തുകൾ എന്ത് ചെയ്യണം? സംഗ്രഹിക്കണം. അത് നാം എന്തൊക്കെ ചെയ്യണമെന്നാണ് പറയുന്നത്? ബാല്യം മുതൽ നാം അറിഞ്ഞവരാണ്, അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിക്കുന്ന ഇരുന്ന അതിൽ എന്ത് ചെയ്യണം? നിലനിൽക്കണം. നാം ഈ കാര്യം രക്ഷയ്ക്ക് ജ്ഞാനിയാകുന്ന തിരുവെഴുത്തുകളെ ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? നാം അത് പഠിക്കണം. നാം പഠിച്ചാൽ മാത്രം പോരാ, അത് നിശ്ചയം പ്രാപിക്കണം. നമ്മളെ രക്ഷയെ പറ്റി, നമ്മുടെ വീണ്ടെടുപ്പിനെ പറ്റി ഒരാൾ ചോദിച്ചാൽ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നന്നായിട്ട് എന്ത് ചെയ്യണം? എനിക്ക് നിങ്ങൾക്ക് ഈ തലമുറയിൽ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കാൻ പറ്റണം. പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല? അതൊരു സാധിക്കാത്ത അവസ്ഥയിലാണ്. എന്നാൽ ഇവിടെ പറയുന്നു, നാം
രക്ഷയ്ക്ക് ജ്ഞാനിയാകുന്ന തിരുവെഴുത്തുകളെ നമുക്കറിയാം. അത് നാം പഠിക്കണം. അതിൽ തന്നെ നാം ആയുസ് എത്ര തരുന്നു അതുവരെ അതിൽ തന്നെ എന്ത് ചെയ്യണം, നിലനിൽക്കണം. അതുവരെ നിലനിന്നാൽ എന്ത് ചെയ്യുമെന്ന് അറിയുമോ, ദൈവം നമ്മെ ഈ തലമുറയിൽ എന്ത് ചെയ്യും, കാത്തുകൊള്ളും എന്നുള്ള ഉറപ്പ് ദൈവം നമുക്ക് എന്ത് ചെയ്യുന്നു, തരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നാം ദാവീദിനെ പോലെ നാം ചുറ്റും നോക്കിയാൽ വളരെ നിരാശയുടെ അനുഭവങ്ങളിലേക്കാണ് നാം പോകുന്നത്. ആത്മീക ലോകം തന്നെ പല രീതിയിൽ ദൈവവചനത്തെ കോട്ടിക്കളഞ്ഞ് വല്ലാത്ത രീതിയിൽ കടന്നു പോകുന്ന അനേകം പേർ എഴുന്നേൽക്കുന്ന ഒരു കാലഘട്ടത്താണ് നാം ആയിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്യണം, രക്ഷയ്ക്ക് ജ്ഞാനിയാകുന്ന ഈ തിരുവെഴുത്തുകളെ നാം എന്ത് ചെയ്യണം, മുറുകെ പിടിക്കണം. 16, 17 വാക്യത്തിൽ വീണ്ടും പറയുകയാണ്, എല്ലാ തിരുവെഴുത്തും എന്താണ്, ദൈവശോസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവരാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിന് പ്രയോജനമുള്ളത് ആകുന്നു. ദൈവവചനത്തിൽ ഇതെല്ലാം ഉള്ളതാണ്. ശാസനയുണ്ട്, ഗുണീകരണമുണ്ട്, തിരുത്തേണ്ടതുണ്ട്, തിരുത്തും. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് എന്ത് ചെയ്യുന്നില്ല, വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ലെങ്കിലും നാം അത് അംഗീകരിച്ചാൽ പിന്നത്തേതിൽ നമുക്കതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് തീരും. നമുക്കൊരു തീരുമാനത്തോടെ ഇന്ന് കടന്നു പോകാം. നമ്മുടെ തലമുറ എങ്ങനെയാ, ഇപ്പോഴുള്ള തലമുറ നോക്കി അവരെ നന്നാക്കുവാൻ നമുക്ക് പ്രയാസമുള്ള കാര്യമാണ്. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിലാണ് നാം എന്ത് ചെയ്യേണ്ടത്, അനിന്ദരും പരമാർത്ഥികളായിട്ട് ജീവിക്കാനും പറയുന്നത്. അപ്പോൾ അവരെല്ലാം മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് നല്ലതായി ജീവിക്കാമെന്നല്ല, ബാക്കിയുള്ളവർ എങ്ങനെയോ ജീവിക്കട്ടെ, ബാക്കിയുള്ളവർ എങ്ങനെ ജീവിച്ചാലും സമൂഹം എങ്ങനെ പോയാലും നാം ദൈവവചനത്തിന് വേണ്ടി ദൈവഭക്തിയോടെ ജീവിക്കുമെന്നൊരു തീരുമാനം നമുക്കുണ്ടായാൽ അതിന്റെ നടുവിൽ നമ്മെ നിർത്തുവാൻ ശക്തിയുള്ള ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. നാം എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് അവസരം നൽകിയ ദൈവദാസന്മാരോടും കേട്ടിരുന്ന പ്രിയപ്പെട്ടവരോട് നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ എല്ലാവർക്കും എഴുന്നേൽക്കാം, പാട്ടുപാടി സ്തോത്ര കാഴ്ച ദശാംശങ്ങൾ. പാടിടും ഞാൻ എൻ്റെ നാഥനായി, ജീവൻ എന്നിലുള്ള നാളെല്ലാം ജീവിക്കും ഞാൻ എൻ്റെ നാഥനായി, ഈ ആയുസ് എന്നിലുള്ള നാളെല്ലാം പാടിടും ഞാൻ എൻ്റെ നാഥനായി, ജീവൻ എന്നിലുള്ള നാളെല്ലാം ജീവിക്കും ഞാൻ എൻ്റെ നാഥനായി, ഈ ആയുസ് എന്നിലുള്ള നാളെല്ലാം. അരുമനാഥൻ എനിക്ക് ചെയ്ത നന്മകൾ ഓരോന്നുമോർത്ത് ഈ ഭൂമിയിൽ എനിക്കായി വന്നു മരിച്ച കാരണമോർത്ത്, അരുമനാഥൻ എനിക്ക് ചെയ്ത നന്മകൾ ഓരോന്നുമോർത്ത് ഈ ഭൂമിയിൽ എനിക്കായി വന്ന് മരിച്ച കാരണമോർത്തു ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും. പാടിടും ഞാൻ എൻ്റെ നാഥനായി, ജീവൻ എന്നിലുള്ള നാളെല്ലാം ജീവിക്കും ഞാൻ എൻ്റെ നാഥനായി, ഈ ആയുസ് എന്നിലുള്ള നാളെല്ലാം. ക്ഷണികമാം സുഖം നേടാൻ പോയതാ നിന്നെ തേടി മഞ്ഞിതിൽ വന്ന നാഥ, നമ്മുടെ ജീവനാഥ. ക്ഷണികമാം സുഖം നേടാൻ പോയതാ നിന്നെ തേടി മഞ്ഞിതിൽ വന്ന നാഥ, നിന്നുടെ ജീവനാഥ. കഴിഞ്ഞ കാലങ്ങളിൽ ഉപരിയാ അർഹിക്കാത്ത നന്മ നീ തന്നതാ. പാടിടും ഞാൻ എൻ്റെ നാഥനായി, ജീവൻ എന്നിലുള്ള നാളെല്ലാം ജീവിക്കും ഞാൻ എൻ്റെ നാഥനായി, ഈ ആയുസ് എന്നിലുള്ള നാളെല്ലാം. തേടിയ
തേടി വന്നെത്തി നിന്നെ ജീവിതം ധന്യമാക്കി സ്നേഹിതനായി മാറി തേടിയതല്ല നിന്നെ തേടി വന്നെത്തി എന്നെ ജീവിതം ധന്യമാക്കി സ്നേഹിതനായി മാറി കഴിഞ്ഞ കാലങ്ങളിൽ ഉപരിയാൽ അർഹിക്കാത്ത നന്മനി തന്നതാ പാടിടും ഞാൻ എൻ്റെ നാഥനായി ജീവൻ എന്നിലുള്ള നാളെല്ലാം ജീവിക്കും ഞാൻ എൻ്റെ നാഥനായി ഈ ആയുസ്സെന്നിലുള്ള നാളെല്ലാം പാടിടും ഞാൻ എൻ്റെ നാഥനായി ജീവൻ എന്നിലുള്ള നാളെല്ലാം ജീവിക്കും ഞാൻ എൻ്റെ നാഥനായി ഈ ആയുസ്സെന്നിലുള്ള നാളെല്ലാം അരുമനാഥൻ എനിക്ക് ചെയ്ത നന്മകളോരോന്നുമോർത്ത് ഈ ഭൂമിയിൽ എനിക്കായി വന്നു മരിച്ച കാരണമോർത്തു ഞാൻ പാടി സ്തുതിക്കും. ഹല്ലേലൂയ. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാം. കർത്താവിൻ്റെ അത് പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠ ദൈവദാസന്മാർ വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. സ്തോത്രം. ഒരു വിശുദ്ധ സഭായോഗം കൂടെ കൂടുവാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കിയല്ലോ. എത്രയോ അനർത്ഥങ്ങൾ അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചുറ്റുപാട്. ഇന്നലെ ഞാൻ ചെട്ടുളങ്ങരയായിരുന്നു എനിക്ക് പകല മീറ്റിങ്. ഞാൻ വണ്ടിയിൽ പോയി തിരിച്ചു വന്നു. റോഡിലൊക്കെ എന്തുമാത്രം അപകടങ്ങളാണ് അനർത്ഥങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാണാനിടയായത്. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ ദൈവം നമ്മെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചു. അവൻ നമ്മെ പരിപാലിച്ച വിധങ്ങൾ എത്രയോ ശ്രേഷ്ഠമാ. സ്തോത്രം. ഈ 2025 പ്രാരംഭ ഞായറാഴ്ച ദൈവത്തെ ആരാധിപ്പാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ സഹായിച്ചല്ലോ. ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 9-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 10-ാം അധ്യായം നമ്പേഴ്സ് ചാപ്റ്റർ 10 വേഴ്സ് 9. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിന്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീരധ്വനിയായി കാഹളം ഊതേണം. എന്ത് ചെയ്യണം? ഊതേണം. കാഹളം ഊതിയ ശത്രുവിന്റെ ജയമുണ്ടാവൂ. നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിന്റെ നേരെ ശ്രദ്ധിക്കണം. അങ്ങനെയെങ്കിൽ ദൈവജനത്തെ ഞെരുക്കുക എന്നുള്ളതാണ് ശത്രുവിന്റെ ലക്ഷ്യം. സാമ്പത്തികമായി ഞെരുക്കുക, ആരോഗ്യപരമായി ഞെരുക്കുക, സമാധാനം കൊടുക്കാതെ അസമാധാനത്വമിട്ട് ഞെരുക്കുക, പല രീതിയിൽ ഞെരുക്കുന്ന ശത്രുവുണ്ട്. എന്നാൽ ആ ശത്രുവിന്റെ മേൽ ജയമെടുക്കുവാൻ യുദ്ധത്തിന് പുറപ്പെടുന്ന ദൈവത്തിന്റെ മക്കൾ ഗംഭീര ധ്വനിയായി കാഹളം ഊതണം. എങ്ങനെ കാഹളം ഊതണം എന്ന് പറഞ്ഞിരിക്കുന്നത്? ഗംഭീര ധ്വനിയായി കാഹളം ഊതണം. അങ്ങനെ ചെയ്താൽ സംഭവിക്കുന്നത് അടുത്ത വാക്യം. എന്നാൽ നിങ്ങളുടെ ദൈവമായ ഇങ്ങനെ ചെയ്താൽ എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ ഓർക്കും, ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. എത്ര പേർക്ക് ഒരു ഹല്ലേലൂയ പറയാൻ കഴിയും? പോരാ, ഗംഭീര ധ്വനിയോടെ ആമീൻ ഹല്ലേലൂയ പറയാ. സ്തോത്രം. ദൈവജനത്തിന്റെ ആരാധനയിൽ ശക്തി ഉണ്ടായിരിക്കണം.
സ്വത്രം ഗംഭീരധ്വനിയായ കാകളധ്വനിയോടുകൂടി നാം യുദ്ധത്തിന് പുറപ്പെട്ടാൽ നമ്മെ ഞെരുക്കുന്ന ശത്രുവിന്റെ മേൽ, നമ്മെ പീഡിപ്പിക്കുന്ന ശത്രുവിന്റെ നേർക്ക് സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ നമ്മെ ഓർത്ത് നിനക്ക് നന്മ തരാതെ, നിനക്ക് തലമുറയെ തരാതെ, തലമുറയ്ക്ക് സ്വസ്ഥതയെ കൊടുക്കാതെ പീഡിപ്പിക്കുന്ന ഞെരുക്കുന്ന അനുഭവങ്ങളുടെ മേൽ അപ്പൊ ഞെരുക്കുന്ന ശത്രുവുണ്ട്, ഞെരുക്കുന്ന ശത്രു. ജീവിതത്തിൽ പല വിധത്തിലുള്ള ഞെരുക്കങ്ങൾ നമുക്ക് കടന്നു വരാറുണ്ട്. ശത്രു കൊണ്ടിടും, ശത്രു ഒരുക്കുന്നതാ ഞെരുക്കങ്ങൾ. എത്ര ശ്രമിച്ചാലും പരീക്ഷ എഴുതി ജയിക്കാൻ ഒക്കെ, ഇന്നത്തെ സൺഡേ സ്കൂളിന്റെ പരീക്ഷയല്ല, എത്ര പഠിച്ചു പരിശ്രമിച്ചാലും പരീക്ഷയിൽ വേണ്ടുന്ന എക്സ്പെക്ട് ചെയ്യുന്ന മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നില്ല. ഞെരുക്കുന്ന അനുഭവം, ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, ഞെരുക്കുന്ന അനുഭവം. എത്ര മരുന്ന് കഴിച്ചിട്ടും ഏതെല്ലാം ഡോക്ടേഴ്സിനെ സമീപിച്ചിട്ടും രോഗത്തിന് ശമനം വരുന്നില്ല, ഞെരുക്കുന്ന അനുഭവം. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തലമുറയെ, അവരുടെ നന്മയെ തടയുന്ന ഞെരുക്കുന്ന ശത്രുവുണ്ട്. പക്ഷെ അതിന്റെ നടുവിൽ നാം ചെയ്യേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നാം ചെയ്യേണ്ട കാര്യം കാകളധ്വനി എത്രയും ഉച്ചത്തിൽ ഊതാമോ അത്രയും ഉച്ചത്തിൽ ഊതിക്കണം. ഗംഭീരധ്വനിയായി കാകളം ഊതുവാൻ നാം തയ്യാറായാൽ, ശ്രദ്ധിക്കണം, ഗംഭീര, അതായത് ദൈവത്തെ സ്തുതിക്കാൻ നാം തയ്യാറായാൽ, അത്രയേ ഉള്ളൂ, അത്രയുള്ള വിഷയം. ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ നാം തയ്യാറായാൽ പ്രവർത്തിക്കാൻ നമ്മുടെ ദൈവം എഴുന്നേൽക്കും. ആമേ. ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിന്റെ ദാസിമാരെ, നിങ്ങൾക്ക് വേണ്ടി ആമേ ഈ ദൈവം എഴുന്നേൽക്കും. ആമേൻ. ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന തന്റെ മക്കളെ ദൈവം ഓർക്കുന്നവനാണ്. ചില സമയത്തൊക്കെ നമ്മൾ ദൈവത്തോട് പറഞ്ഞു പോയിട്ടുണ്ട്, ദൈവമേ നീ എന്നെ ഓർക്കുന്നില്ലേ, ഞാൻ നിനക്ക് വേണ്ടി ഓടിയത്, ഞാൻ നിനക്ക് വേണ്ടി ചെലവിട്ടത്, ഞാൻ നിനക്ക് വേണ്ടി അധ്വാനിച്ചത്, ദൈവമേ നീ ഓർക്കുന്നില്ലേ, നീ ഒന്ന് ഓർക്കണമേ. ഞാൻ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമാണ്, എന്റെ കുഞ്ഞുനാളിൽ ഞാൻ എന്റെ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതാണ്. എന്റെ ചെറുപ്രായത്തിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ് ഞാൻ. എന്റെ വിവാഹത്തിന് വർഷങ്ങൾക്ക് മുമ്പ് 1973 സഭ ചാർജിലേക്ക് എത്തി. ഞാൻ തന്നെ പോയി പ്രവർത്തിച്ചുണ്ടായ സഭ. ഞാൻ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമാണ്, കർത്താവേ നിനക്ക് വേണ്ടി എന്റെ കുഞ്ഞുനാളിൽ ഞാൻ ഇറങ്ങി ഓടിത്തിരിച്ചത്. തിരുവനന്തപുരത്ത് മാർ ഹ്യൂമാനിറ്റീസ് കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, യൂണിവേഴ്സിറ്റി കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഗവൺമെന്റ് ട്രെയിനിങ് കോളേജിൽ ബിഎഡിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എന്റെ കർത്താവിന്റെ വേലയ്ക്ക് വേദപുസ്തകവുമായി വിവിധ സ്ഥലങ്ങളിലേക്ക് ബന്ധപ്പെട്ട് ഓടി കർത്താവിന്റെ വേല ചെയ്ത വ്യക്തിയാണ്. അന്നൊരൊറ്റ സഭകളിൽ നിന്ന് ഞാൻ സ്തോത്രകാഴ്ചയാകട്ടെ ദശാംശമാകട്ടെ എടുത്തിട്ടില്ല. പകരം തിരുവനന്തപുരം പട്ടണത്തിലെ വീടുകൾ കയറിയിറങ്ങി അവിടെയുള്ള കുഞ്ഞുങ്ങളെ ട്യൂഷൻ പഠിപ്പിച്ച്, അങ്ങനെ കിട്ടിയ ട്യൂഷൻ ഫീസ് കൊണ്ടാണ് ഞാൻ എൻ്റെ കർത്താവിന്റെ വേല ചെയ്തത്. ദൈവം ആർക്കും കടക്കാരനല്ല. ഞാൻ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ നീ എന്നെ ഓർത്തേ മതിയാവും, നീ എന്നെ ഓർത്തേ മതിയാവും. ഓർക്കാനുണ്ട്,
പ്രിയ ദൈവമൈതലേ, ദൈവത്തെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ, ആമേൻ, ഗംഭീരധ്വനിയായി കാഹളം ഊതുവാൻ നീ തയ്യാറായാൽ നിന്നെ ഓർക്കാൻ ഒരുവനുണ്ട്. ഓ ആമേൻ, നിന്നെ ഓർക്കുന്ന ഒരുവനുണ്ട്. ആമേൻ, നിന്റെ വിഷയത്തിന്റെ മേൽ പ്രവർത്തിക്കാൻ അവൻ നിന്നെ ഓർക്കും. ഉടമന വശന്തന ദമന വൈഡമന ഹദരഘടകസിയാൽ ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ചില ആഴ്ചകളായി ദൈവവചനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓർക്കേണ്ട ചില സംഗതികൾ, ഓർക്കാതിരിക്കേണ്ട ചില വിഷയങ്ങൾ ഒക്കെ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ നിന്ന് മാത്രം, ദ ബുക്ക് ഓഫ് ഹീബ്രൂസ്, എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ നിന്ന് മാത്രം ചില വിഷയങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. സ്തോത്രം. 8-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും. അടുത്തത്, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. അവരുടെ പാപങ്ങളെ ഇനി എന്ത് ചെയ്യത്തില്ല? ഓർക്കത്തില്ലെന്ന്. ദൈവം ഓർക്കത്തില്ലെന്ന്. ഏത്? അവരുടെ പാപങ്ങൾ. ആരുടെ പാപങ്ങൾ? ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ക്രമീകരണം പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച ദൈവജനത്തിന്റെ പാപങ്ങളെ ദൈവം എന്ത് ചെയ്യത്തില്ല? ഓർക്കത്തില്ലെന്ന്. സ്വത്രം. മനുഷ്യൻ പലപ്പോഴും ഓർത്തോണ്ടിരിക്കും. എങ്കിലും അന്നിങ്ങനെ ചെയ്തില്ലേ, അന്നിങ്ങനെ പ്രവർത്തിച്ചില്ലേ, മനുഷ്യൻ പലപ്പോഴും ഓർത്തോണ്ടിരിക്കും. പക്ഷേ ആമീൻ, ദൈവ പൈതലെ, ദൈവത്തിന്റെ ഏറ്റുപറഞ്ഞ ഉപേക്ഷിച്ച നിന്റെ പാപത്തെ ദൈവം തമ്പുരാൻ ഇനി ഓർക്കത്തില്ലെന്ന്. അവൻ തന്റെ ചങ്കിലെ ചോരയാണ് നമ്മുടെ എത്ര രക്താംബരം പോലെ കടും ചുവപ്പായിരുന്ന പാപത്തെയും ദൈവസന്നിധിയിൽ നാം ഏറ്റുപറഞ്ഞപ്പോൾ അവൻ തന്റെ രക്തം കൊണ്ട് നമ്മെ കഴുകി വെടിപ്പാക്കി വെണ്മയുള്ളതാക്കി തീർത്തെങ്കിൽ അവൻ പിന്നെ അത് ഓർക്കുന്ന ദൈവമല്ലോ. എന്നാൽ നമ്മളാണ്, മനുഷ്യരാണ് അത് വിടാത്തത്. മനസ്സിൽ വെച്ചു, എങ്കിലും അന്ന് എന്നോട് ഇങ്ങനെ സംസാരിച്ചില്ലേ, അന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ. ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ചതാ. ദൈവം അതൊക്കെ കഴുകിക്കളഞ്ഞതുമാ. എന്നാൽ മനുഷ്യന് പലപ്പോഴും അത് മറക്കാനൊക്കത്തില്ല. നോ, പ്രിയ ദൈവമൈതലേ, നിന്റെ പാപത്തെ ഇനി ദൈവം ഓർക്കത്തില്ല കേട്ടോ. ഓർക്കുന്നവനല്ല, ഓർക്കത്തില്ല കേട്ടോ. അവൻ തന്റെ രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിച്ചതിനാൽ ഇനി ആ പാപത്തെ ദൈവം ഓർക്കത്തില്ല. പക്ഷെ ഒരു കാര്യം, നമ്മൾ പാപം ചെയ്യാതെ നമ്മെ തന്നെ സൂക്ഷിക്കണമെന്ന് മാത്രം. 10-ാം അധ്യായത്തിലേക്ക് വരാം. 10-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഇപ്പോഴും ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ പാപങ്ങളുടെ ഓർമ്മയുണ്ടാകുന്നു. എങ്ങനെയാ? യാഗം കഴിക്കുന്നതിനാൽ. ആണ്ടുതോറും യാഗം കഴിക്കുന്നതിനാൽ പാപങ്ങളുടെ ഓർമ്മയുണ്ടാകും. പക്ഷേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരിച്ചത് നിമിത്തം എന്നേക്കുമായി നമ്മുടെ പാപങ്ങളെ അവൻ കഴുകി തുടച്ചു മാറ്റിയിരിക്കുക. ഇനി പാപം ഓർക്കേണ്ട കാര്യമില്ല. പക്ഷേ ആണ്ടുതോറും നേർച്ചയിടുമ്പോൾ, ആണ്ടുതോറും കുർബാനകൾ കൂദാശ കഴിക്കുമ്പോൾ, ആമേൻ, ആണ്ടുതോറും യാഗം കഴിക്കുമ്പോൾ ഈ പാപം ഓർക്കേണ്ടി വരികയാണ്. എന്നാൽ അത് ഓർക്കാതെ വണ്ണം നമ്മുടെ പാപങ്ങളെ ദൈവം കഴുകിക്കളഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. മാത്രമല്ല 10-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലേക്കൊന്ന് വരാം. അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കയുമില്ല. അകൃത്യങ്ങളെയും ഞാൻ ഇനി എന്ത് ചെയ്യത്തില്ലെന്ന ഓർക്കയുമില്ല എന്ന് അരുളി ചെയ്യുന്നു. ദൈവം എന്ന് പറയാൻ പറയുക,
അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാനിനി ഓർക്കത്തില്ലെന്ന്. കാരണം അവൻ നമ്മുടെ അകൃത്യങ്ങളെല്ലാം ക്ഷമിച്ചിരിക്കുക. അതിന്റെ 16-ാമത്തെ വാക്യം തുടങ്ങി വായിച്ചേ. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി. എന്താ പാപത്തെ ഓർക്കാതിരിക്കാൻ കാരണം? എന്റെ ന്യായ പ്രമാണം ഞാൻ അവരുടെ ഉള്ളിൽ ആക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന്. അവരുടെ മാംസപ്പലകയിൽ, ആ ഹൃദയമാകുന്ന മാംസപ്പലകയിൽ ദൈവം തമ്പുരാൻ എന്ത് ചെയ്തു? എഴുതി. ഇനി ദൈവം എന്ത് ചെയ്യത്തില്ല? പാപത്തെ ഓർക്കത്തില്ലെന്ന്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുന്ന ദൈവം തമ്പുരാൻ. 10-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളുവീൻ. ദൈവമക്കൾക്ക് പോരാട്ടമുണ്ട് കേട്ടോ. പോരാട്ടം, വളരെയധികം പോരാട്ടങ്ങളിൽ കൂടിയാണ് ദൈവമക്കൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. പോരാട്ടം. ഏതൊക്കെ വിഷയത്തിലാണ് ദൈവമക്കൾക്ക് പോരാട്ടം ഉള്ളത്? എടുക്കാം നമുക്ക്. യൂദായുടെ ലേഖനം 3-ാമത്തെ വാക്യം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനായി എന്ത് ചെയ്യണം? പോരാടണം. അപ്പൊ ഒന്നാമത്തെ പോരാട്ടം നമ്മൾ നേരത്തെ എബ്രായ ലേഖനത്തിൽ വായിച്ചു. കഷ്ടങ്ങളാലുള്ള പോരാട്ടം. കഷ്ടങ്ങൾ ജീവിതത്തിൽ പല വിധത്തിലുള്ള കഷ്ടങ്ങളുണ്ട്. കഷ്ടങ്ങളാലുള്ള പോരാട്ടം. രണ്ടാമത്തെ പോരാട്ടം വിശ്വാസത്താലുള്ള പോരാട്ടം. വിശ്വാസ ജീവിതത്തിൽ, അതുകൊണ്ടാണല്ലോ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ആ വിശ്വാസത്തിന് വേണ്ടി നാം പോരാടണം. നമ്മൾ അറിഞ്ഞിരിക്കുന്ന വിശ്വാസം, നമ്മൾ അനുഭവിച്ച വിശ്വാസം, അതിനുവേണ്ടി നാം പോരാടണം. 3 ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഫിലിപ്പിയർ 4-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഇണയാളിയായുള്ളവേ, അവർക്ക് തുണ നിൽക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടി. അപ്പൊ സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിൽ നമുക്കൊരു പോരാട്ടമുണ്ട്. സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിൽ വ്യക്തികളോടൊക്കെ സുവിശേഷം പറയുമ്പോൾ, സുവിശേഷം അറിയിക്കുമ്പോൾ എന്തെല്ലാം പോരാട്ടമാണ്. സ്വത്രം. പൗടിക്കോണം എന്ന് പറയുന്ന സ്ഥലത്ത് ആ മോൾ ഇവിടെ ഇരിപ്പുണ്ട്. എന്നതയുണ്ടോ? കൈവക്കാമോ? ആ കുടുംബത്തിൽ ഒരു ദിവസം ഞാനും എൻ്റെ വൈഫും കുഞ്ഞുമായിട്ട് പ്രാർത്ഥിക്കാൻ ഇറങ്ങിച്ചു. ഈ 4 പേരാണ് ആ വീട്ടിലുള്ളത്. രോഗമാ, മാറി മാറി രോഗമാ. ആരോ പറഞ്ഞു, അങ്ങനെ അറിഞ്ഞ് ഞങ്ങൾ ആ വീട്ടിൽ പോയി പ്രാർത്ഥിച്ച് തിരിച്ചിങ്ങോട്ട് കയറി വരികയും ഒരു 10-15 ചെറുപ്പക്കാർ സുവിശേഷ വിരോധി പുഴുത്ത തെറി വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്ന് എന്റെ കൊങ്ങായിക്കൊരുത്തം കയറി പിടിച്ചു. വേർത്തിനെ ബെൽറ്റിൽ കയറി പിടിച്ചു. അട്ടിക്കാൻ പുഴുത്ത തെറി വിളിച്ചു. ഞാന് ഒരക്ഷരം മിണ്ടിയില്ല, മിണ്ടാതെ നിന്നു. കാരണം ഞാൻ മിണ്ടിയാൽ ഉമർ കൈവെക്കും. അതുകൊണ്ട് അതൊരു സൈക്കോളജിയാണ്. പിന്നെ എൻ്റെ വൈഫ് സംസാരിച്ചു. അതാ ഈ പെണ്ണുങ്ങളെ കൂടെ കൊണ്ടുപോകണം. ഭാര്യമാരെ വിസിറ്റിങ്ങിന് എന്ത് ചെയ്യണം? കൂടെ കൊണ്ടുപോകണം. അതൊരു സൈക്കോളജിയാണ്. എൻ്റെ വൈഫ് ഇവരോട് സംസാരിച്ചു. എൻ്റെ കുഞ്ഞുങ്ങളെ ഞങ്ങള് മറ്റൊന്നിനല്ലല്ലോ വന്ന്, അവർ സുഖല കിടക്കുന്ന, അവർക്ക് വേണ്ടി സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാനല്ലേ വന്നു.
ഇവർ പറയാ സുഖമില്ലെങ്കിൽ അവിടെ കിടക്കട്ടെ, നിങ്ങൾക്ക് എന്നാ കാര്യം? അവർക്ക് സുഖമില്ല, അവിടെ കിടക്കട്ടെ. സ്വോത്രം. സുവിശേഷ ഘോഷണത്തിനുള്ള പോരാട്ടം. എന്നാൽ ഞങ്ങൾ പോയി പിടിച്ച് പ്രാർത്ഥിച്ചു. കൃപയാൽ ആ 4 പേരെയും സ്നാനപ്പെടുത്താൻ ദൈവം ഈ കൈകൾക്ക് ഭാഗ്യം തന്നു. നോക്കി, സുവിശേഷ ഘോഷണത്തിനുള്ള പോരാട്ടം. നമ്മൾ ഓരോരുത്തരും അത് ചെയ്ത് അനുഭവിക്കുന്നവരാണ്. ട്രാക്ട് കൊടുക്കുമ്പോൾ പോരാട്ടം. നീച്ചത്തിന്റെ അവിടെ ട്രാക്ട് കൊടുത്തപ്പോ എന്റെ കണ്ണാലെ കണ്ട ട്രാക്ട് കൊടുത്തപ്പോ അവൻ ചുരുട്ടി, ആ ട്രാക്ട് ഇങ്ങനെ കൈകൊണ്ട് ചുരുട്ടിയിട്ട് ഒറ്റയേറ് മുഖത്തോട് നമ്മുടെ സുവിശേഷ ഘോഷണത്തിൽ എന്താ പോരാട്ടം കഴിക്കണം. അപ്പൊ നോക്കി, 3ാമത്തെ പോരാട്ടം സുവിശേഷ ഘോഷണത്തിലുള്ള പോരാട്ടം. സുവിശേഷം അറിയിക്കാതിരിക്കാമെങ്കിൽ ഒരു പോരാട്ടവും ഇല്ല. പോരാട്ടത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ സുവിശേഷം അറിയിക്കാതിരുന്നാൽ മതി. വരിക, ആരാധനയ്ക്ക് സംബന്ധിക്കുക, ആരാധിക്കുക, അനുഗ്രഹം പ്രാപിക്കുക, പോവുക, തീർന്നു. ഒരു പോരാട്ടവും ഇല്ല. പോരാട്ടമുള്ളത് സുവിശേഷം അറിയിക്കുന്നവർക്ക്. അപ്പൊ 3ാമത്തെ പോരാട്ടം സുവിശേഷ ഘോഷണത്തിലുള്ള പോരാട്ടം. എനിക്ക് ഞാൻ കർണാടകയിൽ ചെന്നപ്പം എൻ്റെ മലയാളം പ്രസംഗം കന്നഡ ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്ത ഒരു സഹോദരിയുണ്ട്, ആലിസ് എന്ന സഹോദരി. അവര് എന്നോടൊപ്പം നിന്ന് അവര് എൻ്റെ പ്രസംഗം കന്നഡ ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇവരെ കുറിച്ച് ഞങ്ങൾ അത് പ്രസംഗമൊക്കെ കഴിഞ്ഞ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ഇവരൊരു ഓട്ടോറിക്ഷയിൽ കയറിയാൽ യാത്ര പോകാനായിട്ട് കയറിയാൽ ആ ഓട്ടോയിൽ ഇവരുടെ ലക്ഷ്യസ്ഥാനത്തെത്തി ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ആ ഓട്ടോറിക്ഷ ഡ്രൈവറെ സമർപ്പിച്ച് രക്ഷിക്കപ്പെടുത്തിയിട്ട് ഇവരിറങ്ങത്തുള്ളൂ. രക്ഷിക്കപ്പെടുത്തിയിട്ട് ഇവർ. നമ്മളാണെങ്കിലോ, എടാ എൻ്റെ പോക്കറ്റിലെ പൈസ കൊടുത്ത് ഞാൻ ഓട്ടോറിക്ഷക്കാരൻ, എൻ്റെ യാത്ര സുഖമായി തരണം, ഞാൻ എത്തേണ്ട സ്ഥലത്ത് എത്തണം, അത്ര അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ടാറ്റ ബൈ ബൈ പോകും. ദൈവമക്കളെ, നമുക്കൊരു ലക്ഷ്യമുണ്ട്. സുവിശേഷം എത്താത്ത എത്രയോ ജീവിതങ്ങൾ, സുവിശേഷത്തെ അനുസരിക്കാത്ത എത്രയോ വ്യക്തിത്വങ്ങൾ. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരില്ലേ, നമ്മുടെ കോളേജിൽ സ്കൂളുകളിൽ പഠിക്കുന്നവരില്ലേ, കൂട്ടുകാർ. സ്തോത്രം. നമ്മുടെ ജനറൽ കൺവെൻഷൻ കഴിഞ്ഞ ദിവസം ഒരു പൈതൽ, അവന്റെ കൂടെ പഠിക്കുന്ന 2 പേരെ, പേരൊന്നും പറയുന്നില്ല, 2 പേരെ കൊണ്ടുവന്നു പ്രാർത്ഥനയ്ക്കായി. സ്തോത്രം. സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിൽ നാം ഒരു പോരാട്ടം കഴിച്ചേ മതിയാവും. പോരാട്ടം. 4ാമത്തെ പോരാട്ടം എഫെസ്യർക്ക് ലേഖനം 6-ാം അധ്യായം, എഫെസ്യർ 6-ാം അധ്യായം 11-12. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. അടുത്തത്, നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടല്ല, അല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോട്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ. പിശാചിനോട് നമുക്ക് പോരാട്ടമുണ്ട്. പിശാചിനോട് ഒരു കോംപ്രമൈസും ഇല്ല. ഉണ്ടോ? ഒരു കോംപ്രമൈസും ഇല്ലെന്ന്. പിശാചിനോട് ഒരു കോംപ്രമൈസും ഇല്ല. നമുക്ക് പോരാട്ടമുള്ളത് പിശാചിനോടാ. പിശാചിന്റെ മുഖത്ത് നോക്കി പറ, പിശാചേ, നിനക്ക് എന്റെ മേൽ ഒരവകാശവുമില്ല. പിശാചേ, നിനക്ക് എന്റെ തലമുറയുടെ മേൽ ഒരവകാശവുമില്ല. ആമേൻ. ഞാൻ നിന്നെ ശാസിക്കുന്നു എന്ന് പിശാചിന്റെ മുഖത്ത് നോക്കി പറ. നോക്കിയേ, നമുക്ക് പോരാട്ടമുള്ളത് പിശാചിനോട്. അതുകൊണ്ടാണ് ദൈവജനം വന്നു കഴിഞ്ഞാൽ ഉടനെ യേശുവിന്റെ നാമത്തിൽ പിശാചിനെ ശാസിക്കുക, യേശുവിന്റെ രക്തം ശുദ്ധീകരണം പ്രാപിച്ച് ശാസിക്കുക. പിശാചിനോട് പോരാട്ടം. പക്ഷെ ജീവിത വിശുദ്ധിയോടുകൂടി വേണം പിശാചിനോട് പോരാടാൻ. ഇല്ലാതെ പോയ ഒരു കൂട്ടരെ നമുക്കറിയാം, സ്കേവായുടെ പുത്രന്മാർ.
സ്കേവായുടെ പുത്രന്മാരെ അവർ പിശാചിനെ ഇറക്കാൻ പോയി. യേശുവിന്റെ നാമമൊക്കെ പറഞ്ഞ് പിശാചിനെ ഇറക്കാനായിട്ട് ചെന്ന് ശാസിക്കുക. ഒടുവിൽ എങ്ങനെ പോയെന്ന് നമുക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. അവിടുന്ന് ഓടിയ ഓട്ടം നമുക്കറിയാം എങ്ങനെ പോയെന്നുള്ളത്. ആ പിശാചുക്കൾ പറഞ്ഞതാ, ഞങ്ങൾക്ക് യേശുവിനെ അറിയാം, പൗലോസിനെയും അറിയാം, നിങ്ങളാരാ? അപ്പൊ ജീവിത വിശുദ്ധി ഇല്ലാതെ ഒന്നിനും കൈ കൊടുത്തേക്കരുത്. പിശാചിനോട് പോരാടണമെങ്കിൽ ജീവിത വിശുദ്ധി വേണം. ഞാൻ ഇന്നലെ പോയത് ചെട്ടികുളങ്ങര സഭയിലാണ്. ഒരിക്കൽ ഞാൻ അവിടെ ശുശ്രൂഷകനായിരുന്നു, പലവട്ടം ശുശ്രൂഷ. ഞാൻ ഇന്നലെ പോയി റെക്കോർഡൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ പല വർഷങ്ങൾ അവിടെ ശുശ്രൂഷകനായിരുന്നു. ഒരിക്കൽ അവിടെ ചെന്നപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഭൂതം ബാധിച്ച ഒരു വ്യക്തിയെ കൊണ്ടുവന്നു. ഒടുവിൽ ഭൂതമൊക്കെ ഇളകിപ്പോയി. അപ്പൊ ഈ ഭൂതം ഇളകി പോകാതിരുന്ന സമയത്ത് ആ ആഴ്ചയിൽ ഗൾഫിൽ നിന്ന് വന്ന ഒരു സഹോദരനുണ്ട്, ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എന്നാൽ ഞങ്ങൾ ചെന്ന് ദൈവദാസന്മാർ ചെന്ന് കൈവച്ചിട്ടൊന്നും ശാസിച്ചിട്ടൊന്നും ഭൂതം പോകുന്നില്ല. ഒടുവിൽ ഈ മനുഷ്യൻ ചെന്ന്, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കണ്ണടച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ മനുഷ്യൻ ചെന്ന് ആ ഭൂതം ബാധിച്ച വ്യക്തിയുടെ മേൽ കൈവച്ച് യേശുവിന്റെ നാമത്തിൽ ഒരു ശാസനം, ചക്ക വെട്ടിയിട്ടതുപോലെ ഒരു ശബ്ദം കേട്ടു. ഞങ്ങൾ കണ്ണു തുറന്ന് നോക്കിയപ്പം ഈ മനുഷ്യൻ, ഈ അച്ചായൻ അവിടെ താഴെ കിടക്കുക. ഭൂതം ബാധിച്ച വ്യക്തി അവിടെ ഇരിപ്പുണ്ട്, ഒരു കുഴപ്പമില്ലാതെ. പ്രാർത്ഥിക്കാൻ ചെന്ന് ഈ അച്ചായൻ താഴെ കിടക്കുക. പിന്നെ ഞങ്ങൾ ഭൂതം ബാധിച്ചിരുന്ന വ്യക്തിയെ മാറ്റി ഇരുത്തിയിട്ട് ഈ അച്ചായന് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹം നോർമലൊക്കെ ആയി. ഇന്നലെ ചെന്നപ്പോഴും അദ്ദേഹത്തെ കണ്ടു കേട്ടോ. ഇപ്പം അവിടെ ചെന്നാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോ കണ്ട കാഴ്ചയാണ്. കുറെ പേരുണ്ട് അവിടെ. ഇടയ്ക്ക് എവിടെയും ഒരു പിശാചിന്റെ ഇളക്കം കണ്ടാൽ ആരും ഇപ്പൊ അടുത്തു പോകത്തില്ല. എല്ലാവരും കുറച്ചേറെ ദൂരെ മാറിയുന്നോണ്ടാണ് ആരും ഇപ്പൊ അടുത്തു പോകത്തില്ല. ജീവിത വിശുദ്ധിയില്ലാതെ പിശാചിനോട് പോരാടരുത്. അവൻ നമ്മെ പാറ്റിക്കളയും, പാറ്റിപ്പറപ്പിക്കും. ജീവിതത്തിൽ വിശുദ്ധിയോടുകൂടി വേണം പിശാചിനോട് പോരാടാൻ. സ്വത്രം 5-ാമത്തെ പോരാട്ടം എബ്രായർക്ക് ലേഖനം 12-ാം അധ്യായം 4-ാം വാക്യം. എബ്രായർ 12 പാപത്തോട് പോരാടണം. അത് പ്രാണത്യാഗത്തോളം എത്തേണ്ടി വന്നാലോ നമ്മൾ പോരാടണം. പാപത്തോട് പോരാടണം. പാപജീവിതം നമ്മിൽ കടന്നു പിടിക്കാൻ പാടില്ല. പോരാടണം. പലതും കണ്ടാൽ നമുക്ക് മോഹം തോന്നും, അതിലേക്ക് വശീകരണം തോന്നും. പക്ഷെ പാപത്തോട് എന്ത് ചെയ്യണം? പോരാടണം. പോരാട്ടം കഴിക്കണം. പാപം നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടരുത്. ഭാര്യയെ ഉപേക്ഷിച്ച് വേറൊരു സ്ത്രീയുമായി ജീവിക്കല്ല്. ഭർത്താവിനെ ഉപേക്ഷിച്ച് വേറൊരു പുരുഷനുമായി ജീവിക്കല്ല്. സ്വത്രം. മറ്റു ഷാപ്പിലേക്ക് നീ കുടിക്കാൻ കയറി ചെല്ലല്ല്. അത് വേണ്ട, എന്നാ വീട്ടിൽ വാങ്ങിച്ചിട്ട് കുടിക്കാൻ പാടില്ല. മദ്യം കുടിക്കരുത്, പാപം. പുക വലിക്കരുത്, പാപം. സ്വത്രം. വെറിക്കൂത്തുകളിൽ അകപ്പെടരുത്, പാപം. അപ്പൊ പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം 5-ാമത്തെ പോരാട്ടം പാപത്തോടുള്ള പോരാട്ടം. സമയം പോകല്ലോ, ഞാൻ പെട്ടെന്ന് നിർത്താം. 6-ാമത്തെ പോരാട്ടം റോമർ 15:31. റോമർ 15-ാം അധ്യായം 31-ാം വാക്യം. വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിനും ഇങ്ങനെ ഞാൻ ദൈവ ഇഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം. അപ്പൊ പ്രാർത്ഥനയിലുള്ള പോരാട്ടം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു പോരാട്ടം നമ്മൾ കഴിക്കുക. സ്തോത്രം. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലാതെ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പിശാചുമായി നമ്മൾ പോരാടുകയാണ്. ആ വിഷയത്തിന്മേൽ, ഏതൊരു വിഷയത്തിന്മേൽ നാം പ്രാർത്ഥിക്കുന്നുവോ ആ വിഷയത്തിന്മേൽ നാം പ്രാർത്ഥനയിൽ പോരാടുകയാണ്.
സ്വതന്ത്രം. അപ്പൊ പ്രാർത്ഥനയിലുള്ള പോരാട്ടം, പ്രാർത്ഥനയിൽ പോരാടണം, പോരാടി പ്രാർത്ഥിക്കണം. ഏഴാമത്തെ പോരാട്ടം കൊലോസ്യർ 2:1. നിങ്ങൾക്കും ലവ്യൂദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു. ഏതിലാ? ശുശ്രൂഷയിൽ പോരാട്ടം കഴിക്കണം, ശുശ്രൂഷയിൽ പോരാടണം. ഈ പ്രസംഗിക്കാൻ പറഞ്ഞ് നമുക്ക് കേട്ടിരിക്കാൻ എളുപ്പമാണ്, സന്തോഷം അല്ലേ? എന്നാൽ പ്രസംഗിക്കുന്ന ദൈവദാസന്മാരോട് ചോദിക്കണം, ദൈവദാസിമാരോട് ചോദിക്കണം, വളരെ പോരാട്ടം കഴിച്ച അവരാ ശുശ്രൂഷ ചെയ്യുന്നത്. സ്വതന്ത്രം. എത്ര ദിവസം കുത്തിയിരുന്ന് ദൈവസ്ഥലിൽ പ്രാർത്ഥിച്ച് എത്രയോ ബുക്കുകളൊക്കെ റെഫർ ചെയ്ത് ഒക്കെ തയ്യാറാക്കി ഒരുക്കിയാണ് ദൈവത്തിൽ പ്രാർത്ഥിച്ച് നിലവിളിച്ചാണ് നിങ്ങളുടെ മുമ്പിൽ ഈ വചനം ശുശ്രൂഷിക്കുന്നത്. സ്വതന്ത്രം. അപ്പൊ ഇവിടെ വായിക്കുന്നു ശുശ്രൂഷയിലുള്ള പോരാട്ടം. ശുശ്രൂഷയിൽ പോരാട്ടമുണ്ട്. വചനം ശുശ്രൂഷിക്കുമ്പോൾ പോരാടിയാ ശുശ്രൂഷിക്കുന്നത്. ചിലയിടങ്ങളിലൊക്കെ വചനം ശുശ്രൂഷിച്ചാൽ, വചനം പ്രസംഗിക്കുമ്പോൾ, കാരണം ഒറ്റ വ്യക്തി ഏറ്റെടുക്കത്തില്ല, വചനം ഏറ്റെടുക്കാതെ വരുമ്പോൾ ഈ വചനം പോയിട്ട് അതുപോലെ തിരിച്ചിങ്ങി പോരും. സ്വതന്ത്രം. വളരെ പോരാട്ടം കഴിച്ച ദൈവത്തിന്റെ ദാസന്മാർ ശുശ്രൂഷിക്കുന്നത് എന്നുള്ള കാര്യം നാം മറക്കരുത്. സ്വതന്ത്രം. അപ്പൊ ശുശ്രൂഷയിലുള്ള പോരാട്ടം. പോട്ടെ, നമുക്ക് മടങ്ങി വരാം. ഇടയ്ക്ക് പോരാട്ടം വന്നതുകൊണ്ട് ഞാൻ ഓർപ്പിച്ചെന്നേ ഉള്ളൂ. മടങ്ങി വരാം, എബ്രായ ലേഖനത്തിലേക്ക് മടങ്ങി വരാം. വളരെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളുവിൻ. 11-ാം അധ്യായം 15-ാമത്തെ വാക്യം. അവർ വിട്ടുപോന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. ശ്രദ്ധിക്കണം, വിട്ടുപോകുന്നതിന് എന്ത് ചെയ്യരുത്? കഴിഞ്ഞ നാളുകൾ മദ്യഷാപ്പിൽ കയറി ഇറങ്ങി ആ അനുഭവങ്ങൾ, അതൊന്നും എന്ത് ചെയ്യരുത്? ഓർത്താൽ തിരിച്ചു പോകാൻ തോന്നും. ഓർക്കരുത്. വിട്ടുപോകുന്നതിനെ എന്ത് ചെയ്യാൻ പാടില്ല? ഓർക്കരുത്. ഓർത്താൽ മടങ്ങിപ്പോകാൻ ഇടവരും. അപ്പൊ നമ്മൾ ഉപേക്ഷിച്ചതിനെ തിരിച്ചു നോക്കരുത്. ഉപേക്ഷിച്ചതിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ജന്തു നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? ഛർദിച്ചതിലേക്ക് തിരിഞ്ഞു നോക്കുന്ന മൃഗം. ശ്രദ്ധിച്ച്, നമ്മൾ വിട്ടു പോന്നത് അങ്ങനെ തന്നെയായിരിക്കണം. പിന്നെ അതിലേക്ക് തിരിഞ്ഞ് പോകരുത്. വിട്ടുപോന്നതിനെ ഓർക്കരുത്. ഓർത്താൽ മടങ്ങിപ്പോകാൻ ഇടവന്നേക്കും. 11-ാം അധ്യായം തന്നെ 22-ാമത്തെ. വിശ്വാസത്താൽ യോസേഫ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ചു. യോസേഫ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, ഒരു പുറപ്പാടുണ്ട്. അത് ഇവൻ ഓർപ്പിക്കുകയാണ്, തലമുറയെ ഓർപ്പിക്കുക, ഇസ്രായേൽ ജനത്തെ അവൻ ഓർപ്പിക്കുകയാ. നിങ്ങൾ ഇവിടെ നിത്യം വസിക്കാൻ വന്നവരല്ല, ഇവിടെ നമ്മൾ അന്യരും പരദേശികളുമാ. നമ്മുടെ പാർപ്പിടമോ എവിടാ? സ്വർഗത്തിൽ. സ്വത്രം. ഇവിടെ നമ്മൾ അന്യരും പരദേശികളുമാ. ഒരു യാത്ര നമുക്കുണ്ട്, ഒരു പുറപ്പാട് നമുക്കുണ്ട്. യോസേഫ് തന്റെ മരണസമയത്ത് പ്രസ്താവിച്ച ഒരു പ്രസ്താവന ഉൽപ്പത്തി പുസ്തകം എടുക്കണ്ട, 50-ാം അധ്യായത്തിലുണ്ട്. യോസേഫ് പറഞ്ഞതാ, ഞാനിതാ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും. ദൈവം നിങ്ങളെ എന്ത് ചെയ്യും? സന്ദർശിക്കും. അന്നാളിൽ എന്റെ അസ്ഥിയും കൂടെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണം. യോസേഫ് ആ സന്ദർശനത്തിന് വേണ്ടി കാത്തിരുന്നു. പക്ഷെ നടന്നില്ല.
സംഭവിച്ചില്ല. പക്ഷെ അവനൊരു വിശ്വാസം, ദൈവം സന്ദർശിക്കും, യാതൊരു സംശയമില്ല. അല്ലേ? ബേഥാനിയിലെ മാർത്തയുടെയും മറിയയുടെയും ലാസറിന്റെ ഭവനം ഒന്ന് ഓർത്ത് നോക്കിയേ. ലാസർ ദീനമായി കിടന്നു. മാർത്തയും മറിയയും യേശുവിനെ ആളെ അറിയിച്ചു, ഗുരു, നീ സ്നേഹിതനായ ലാസർ, ഞങ്ങളുടെ സഹോദരനായ ലാസർ ദീനമായി കിടക്കുന്നു, അവിടുന്ന് വന്നാലും. പക്ഷെ യേശു വന്നില്ല. ഇവർക്ക് യേശുവിനോട് കയ്പ് തോന്നിക്കാണും, നീരസം തോന്നിക്കാണും, വിദ്വേഷം തോന്നിക്കാണും. അയ്യോ, ഇത്രയും നാള് ഞങ്ങൾ അവനെ സ്നേഹിച്ചത് വെറുതെയായിരുന്നു. ഇല്ലില്ല, അവൻ വരും കേട്ടോ. അവൻ വരും കേട്ടോ. ലാസർ മരിച്ചടക്കം ചെയ്ത് 4 ദിവസമായി കഴിഞ്ഞപ്പോൾ നമ്മുടെ യേശു വന്നെന്ന് അവൻ വരും. ദൈവത്തിന്റെ വൈതലേ, അവന്റെ വരവിനെ ബന്ധപ്പെടുത്തി കാത്തിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, പ്രിയ കുഞ്ഞേ, അവൻ വരൂ. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് എത്ര വട്ടം ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത്. അവൻ വരും. ഇവൻ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. നമ്മുടെ കർത്താവ് വരും, യാതൊരു സംശയമില്ല, വരും. നമുക്ക് ദൈവത്തോട് പറയാം, അപ്പ ഇന്ന് വന്നെങ്കിൽ കൊള്ളായിരുന്നു, ഇപ്പോൾ നീ വന്നെങ്കിൽ കൊള്ളായിരുന്നു. അല്ലേ? ഈ കഷ്ടത നിറഞ്ഞ ലോകത്തിൽ നിന്ന്, ഈ ക്ലേശം നിറഞ്ഞ ലോകത്തിൽ നിന്ന് നാം പ്രിയം വെച്ചിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ അടുക്കിലേക്ക് നമുക്ക് അവരോട് പറയാം, കർത്താവേ നീ വേഗം വരണമെന്ന് പറയാം. ഇവിടെ വായിക്കുന്നു, ആമീൻ, സ്തോത്രം. അതിന്റെ യോസേപ്പ് 11:22 വിശ്വാസത്താൽ യോസേപ്പ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ചു. നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു പുറപ്പാടുണ്ട്. കാഹളം ധ്വനിക്കും, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ശേഷിക്കുന്ന ഒരു പുറപ്പാടുണ്ട്. ഇവിടുന്ന് ഒരു പുറപ്പാടുണ്ട്. ഈ മരണ വീട്ടിലൊക്കെ പറയുന്ന കാര്യമാണെങ്കിലും നിങ്ങളോടൊന്ന് പറഞ്ഞോട്ട്, മരണ വീടല്ല എങ്കിലും പറഞ്ഞോട്ടെ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളം. അപ്പൊ 3 സംഭവങ്ങൾ അല്ലേ? 3 സംഭവങ്ങൾ മധ്യാകാശത്ത് നടക്കുന്ന. ഏതൊക്കെയാ 3 സംഭവങ്ങൾ? 1 ഗംഭീര നാദം, 2 പ്രധാന ദൂതന്റെ ശബ്ദം, 3 കാഹളധ്വനി. ഈ 3 സംഭവങ്ങൾ മധ്യാകാശത്ത് നടക്കുമ്പോൾ താഴെ ഭൂമിയിൽ 3 സംഭവങ്ങൾ നടക്കും. ശ്രദ്ധിക്കണം, മധ്യാകാശത്ത് ഈ 3 സംഭവങ്ങൾ നടക്കുമ്പോൾ ഏതൊക്കെയാ 3 സംഭവങ്ങൾ? 1 ഗംഭീരനാദം, 2 പ്രധാന ദൂതന്റെ ശബ്ദം, 3 ദൈവത്തിന്റെ കാഹള ശബ്ദം. ഈ 3 ശബ്ദങ്ങൾ, 3 സംഭവങ്ങൾ മധ്യാകാശത്ത് നടക്കുമ്പോൾ താഴെ ഭൂമിയിൽ 3 സംഭവങ്ങൾ നടക്കും. 1 ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ, ഈ ഗംഭീരനാദം കേൾക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേറ്റ് വരും. നമുക്കറിയാം, ലാസറിന്റെ കല്ലറ ഒത്തിരി എനിക്ക് പറയാനായിട്ട് ഇങ്ങനെ മനസ്സിൽ പ്രേരണ വരുന്നെങ്കിലും സമയം ചുരുക്കം കൊണ്ട് ഞാൻ അത് പെട്ടെന്ന് നിർത്താം. ഈ ലാസറിന്റെ കല്ലറയ്ക്കൽ വന്ന യേശു തമ്പുരാൻ, ലാസറെ ഇങ്ങ് വാ, അങ്ങനെയാന്ന് വിളിച്ചേ, അവൻ ഉറക്ക വിളിച്ചു, ലാസറേ നീ പുറത്തു വാ എന്ന് യേശു ഉറക്ക വിളിച്ചു. ഗംഭീരനാദം, ഗംഭീര ശബ്ദം. മരിച്ചു മൺമറഞ്ഞവർ എവിടെ പോയാലും, വെള്ളത്തിൽ അലിഞ്ഞാലും, മൃഗങ്ങൾ തിന്നാലും, എവിടെ പോയാലും, സ്തോത്രം, ഈ ദൈവ ശബ്ദം കേൾക്കുമ്പോൾ, ആ ഗംഭീരനാദം കേൾക്കുമ്പോൾ, ഓ റീകാമ ശബ്ദരാധകക്ഷ എവിടെയായിരുന്നാലും അത് ഒരുമിച്ചു വരുമെന്ന് ദൈവത്തിന്റെ ശബ്ദത്തിന് അതിനുള്ള ശക്തിയുണ്ട്.
കർത്താവ് താൻ ഗംഭീരനാഥം. ആ ഗംഭീരനാഥം മുഴക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് വരും കേട്ടോ. 2, പ്രധാന ദൂതന്റെ ശബ്ദം മുഴങ്ങുമ്പോൾ, പ്രധാന ദൂതന്റെ ശബ്ദം മുഴക്കുമ്പോൾ ജീവനോടായിരിക്കുന്ന നാം, ദൂതന്റെ ശബ്ദം കേട്ട് 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 നിൽക്കുന്ന നാം, ഈ പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുമ്പോൾ നാം രൂപാന്തരം പ്രാപിക്കും. നമ്മുടെ മർത്യ ശരീരം അമർത്യമായ ശരീരത്തെ പ്രാപിക്കും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വമായ ശരീരത്തെ പ്രാപിക്കും. ആമേൻ. ഈ ബലഹീനമായത് മഹത്വത്തിന്റെ ശരീരത്തെ പ്രാപിക്കും. ഹല്ലേലൂയ. സ്തോത്രം. പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുമ്പോൾ ദൈവമക്കൾ, ജീവനോടായിരിക്കുന്ന ദൈവമക്കൾ ഇവിടെ രൂപാന്തരം പ്രാപിക്കും. നമ്മുടെ കർത്താവിന് കിട്ടിയ അതേ ശരീരമായിരിക്കും, ആ തേജസ്സിന്റെ ശരീരം നാം പ്രാപിക്കും. 3, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും. പിന്നെ 3-മത്തേത് കാഹളം. കാഹളം എന്തിനാണെന്നറിയോ? പുറപ്പെടാനാണ്. യാത്രയ്ക്ക് വേണ്ടിയാ, യുദ്ധത്തിന് വേണ്ടി, യാത്രയ്ക്ക് വേണ്ടി കാഹളം നീട്ടിയൂതും. കാഹള സ്വരം, കാഹള ശബ്ദം, ദൈവദൂതന്റെ കാഹള ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങുമ്പോൾ പിന്നെ നമ്മൾ ഇവിടെ അടങ്ങിയിരിക്കത്തില്ല. അവൻ രൂപാന്തരം പ്രാപിച്ച ദൈവത്തിന്റെ മക്കൾ, ക്രിസ്തുവിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റുവെന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുമായി നാം ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ വാനമേഘങ്ങളിൽ എടുക്കപ്പെടും. ഇവിടെ നിന്ന് ഒരു പുറപ്പാട്. സ്വത്രം. പിന്നെ നമ്മൾ ഇവിടെ പിടിച്ച് കടിച്ചു തൂങ്ങി കിടക്കത്തില്ല. എല്ലാം വിട്ടേച്ച് ഒരു പുറപ്പാടുണ്ട്. ഒന്ന് മനസ്സിലൊന്ന് ഓർത്ത് നോക്കി. എനിക്ക് ഇവിടുന്ന് തുള്ളി ചാടണമെന്നുണ്ട്. സ്വത്രം. ഒരു പുറപ്പാടുണ്ട് കേട്ടോ, ഒരു പുറപ്പാടുണ്ട്. നമ്മുടെ കർത്താവ് വരും. അവൻ നമ്മെ സന്ദർശിക്കും. യോസേപ്പ് പറയുന്നു, ഇസ്രായേൽ മക്കളെ, ദൈവം നിങ്ങളെ സന്ദർശിക്കും, നിങ്ങളെ ഓർക്കും. ഒരു വാക്യം വായിച്ച് അവസാനിപ്പിക്കാം. 13-ന്റെ 3-ാം വാക്യം വായിച്ച്. 13. നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവിൻ. മറ്റുള്ളവരെ നാം എന്ത് ചെയ്യണം? ഓർക്കണം. വിശദീകരിക്കുന്നില്ല. മറ്റുള്ളവരെ നാം ഓർക്കണം. 7-ാം വാക്യം 13-ന്റെ 7. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. ഓർക്കണം കേട്ടോ. നിങ്ങളെ നടത്തിയവരെ എന്ത് ചെയ്യണം? ഓർക്കണം. വല്ലപ്പോഴൊക്കെ ഓർക്കണം. ഞങ്ങളെയൊക്കെ ഓർക്കണം. നിങ്ങളെ നടത്തിയവരെ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ എന്ത് ചെയ്യണം? ഓർത്തുകൊള്ളണം. എന്താ ഓർക്കേണ്ടത്? ആ 7-ാം വാക്യത്തിന്റെ അവസാന ഭാഗം അവരുടെ ജീവാവസാനമോർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. മതി. അവരുടെ ജീവാവസാനം. നമ്മളെ നടത്തിയ പ്രിയപ്പെട്ടവരുടെ അന്ത്യം എങ്ങനെയായിരുന്നു? അത് നമ്മൾ ഓർക്കണം, അത് അനുകരിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ട ദൈവവചനത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ, നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിൻ്റെ നേർക്ക് നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഗംഭീര ധ്വനിയായി കാഹളം ഊതണം. അപ്പോൾ ദൈവം നമ്മെ ഓർക്കും. നമ്മെ ഓർത്ത് ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് അവൻ നമ്മെ വിടുവിക്കും. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. അവൻ നമ്മെ മറക്കുന്ന ദൈവമല്ല. നീ കർത്താവിന് വേണ്ടി ഓടിയതും ചെലവിട്ടതും ചെലവായതും ആമീൻ സമയം കണ്ടെത്തി സുവിശേഷത്തിന് വേണ്ടി നിന്നതും ദൈവം ഓർക്കുന്ന ദൈവമാകട്ടോ. ഓർക്കും. നമ്മെ നടത്തിയവരെ നാം ഓർത്തോണം. അവരുടെ ജീവാവസാനം ഓർത്ത് ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇപ്പോൾ കർത്താവിൻ്റെ വലിയ ദാസൻ പാസ്റ്റർ നോബിൾ പ്രാർത്ഥിച്ച് ഈ സഭായോഗം നമുക്കിവിടെ അവസാനിപ്പിക്കാം.
കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്ന പിതാവേ, സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയ്ക്കായി സ്തോത്രം ചെയ്ത് കർത്താവേ, അടിയങ്ങൾക്ക് ഈ പുതുവർഷത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച സന്തോഷത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് ഞങ്ങളെ കൂട്ടിവരുത്തിയ ദൈവങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിൻ്റെ വചനത്തിനായി സ്തോത്രം കർത്താവെ. ഞങ്ങളെ പ്രത്യാശ ഒന്നുകൂടെ പുതുക്കുവാൻ ഹല്ലേലൂയ തന്ന ദൈവകൃപയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവെ. നന്ദി പറയുന്നു കർത്താവെ. പകൽക്കാലം കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ നടത്തിയ വിധങ്ങളെ ഓർക്കുവാൻ കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങളെ സഹായിക്കുന്ന കൃപകൾക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു പിതാവേ, സ്തോത്രം. നന്ദി പറയുന്നു പിതാവേ, നന്ദി പറയുന്നു. ഹല്ലേലൂയ. അടിയങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഹല്ലേലൂയ മുന്നോട്ടുള്ള ഓരോ പാതകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം കൃപയും കൂടെ ഇരിക്കുന്നതിനാൽ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾക്കൊരു പോരാട്ടമുണ്ട് കർത്താവേ, പാപത്തോട് പോരാടുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രുവിനോട് പോരാടുവാൻ ഒക്കെയും ഞങ്ങൾക്ക് തരുന്ന കൃപയ്ക്കായി സ്തോത്രം. ഒരു ഉത്സവമായൊരു ആത്മീയ ജീവൻ നയിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. ഈ പുതുവർഷത്തിൻ്റെ ആദ്യ ദിവസം അടിയങ്ങൾക്ക് സന്തോഷം ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. അനുകൂലമായി സാരികളെ ഒരുക്കിയല്ലോ. ഇന്ന് പകൽക്കാലം ഇവിടെ എല്ലാ സൃഷ്ടികളും കർത്താവ് അനുഗ്രഹിച്ചതിനാൽ ഞങ്ങളെ സ്തുതിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. ഞങ്ങളിപ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ കർത്താവെ, അനേക സ്ഥലങ്ങളിൽ ദൈവത്തെ ആരാധിപ്പാൻ അല്ലെങ്കിൽ സാധ്യമല്ലാതെ പ്രതികൂലങ്ങൾ പ്രതിസന്ധികളായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. ഈ പുതുവർഷത്തിൽ അടുത്ത ദിവസങ്ങൾ സന്തോഷവരെ ആരാധന കഴിപ്പാൻ അവരെയൊക്കെ കർത്താവ് സഹായിക്കണമേ. ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ സുവിശേഷത്തിൽ വലിയ പ്രതികൂലങ്ങളുണ്ട് കർത്താവെ. അതെല്ലാം മാറ്റി വലിയൊരു സ്വരമായ ഹല്ലേലൂയ ആത്മീയ കൂട്ടായ്മകൾ എല്ലാവർക്കും നൽകണമേ. ഇന്ത്യയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്കും ദൂതുകൾക്കുമായി സ്തോത്രം. ഞങ്ങളുടെ ദേശങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ ആത്മീയ കൂട്ടായ്മകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളിപ്പോൾ സമാധാനത്തോട് ഹല്ലേലൂയ ഞങ്ങൾ മടങ്ങിപ്പോകാൻ ഞങ്ങളെ സഹായിക്കുന്നതിനാൽ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങൾ അനുഗ്രഹിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. അതിനെ കുഞ്ഞുങ്ങളുടെ സൺഡേ സ്കൂൾ എക്സാമിനേഷൻ ഉണ്ടല്ലോ, അതെല്ലാം അനുഗ്രഹം നടക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ കാര്യതകളും കർത്താവിൻ്റെ കൃപയോടെ ഇരിക്കണം. അടുത്ത ആഴ്ച എടുക്കേണ്ട എല്ലാ ഞങ്ങളുടെ സഭയുടെ മീറ്റിങ്ങുകൾക്കായി സ്തോത്രം. അതിലെല്ലാവരും അതിന് പങ്കുചേരുവാൻ ഞങ്ങളൊക്കെയും കർത്താവ് സഹായിക്കണമേ. കൃപയിൽ ഞങ്ങളെയൊക്കെയും മറയ്ക്കും. ഞങ്ങളുടെ അഭിഷിക്തന്മാരെ 4 പേരെ കുടുംബമായി ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. അവരെ കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ഞങ്ങളുടെ സമാധാനത്തോടെ പറഞ്ഞയക്കുന്നതിനാൽ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥനയുടെ ഓർത്ത് സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നേക്ക് കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരം ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, ആമേൻ. ശ്രദ്ധിക്കൂ, സമാധാനത്തോടെ പിരിഞ്ഞു പോകാം.